ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹപ്പെട്ട നല്ല ഈ പകൽ സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 20-ാം ദിനം പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിൽ ദൈവസഭയായി കൂടിവരുവാൻ സഹായിച്ചല്ലോ. വേദിയിലായിരിക്കുന്ന അനുഗ്രഹീത ദേവദാസന്മാർ, സദസ്സിലായിരിക്കുന്ന അനുഗ്രഹീത ദേവദാസന്മാർ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥന കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. തുടർന്ന് നാം വീണ്ടും ദൈവവചനത്തിന്റെ മുൻപാകെ നാം ആയിരിക്കുവാൻ പോവുകയാണ്. ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണം സ്വീകരിച്ച് പാസ്റ്റർ അനീഷ് കൊല്ലം പ്രിയ ദേവദാസൻ തക്ക സമയത്ത് നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ ദേവദാസൻ ഈ ദൈവസഭയിലേക്ക് ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 53-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യേശു കർത്താവിന്റെ അമ്മയായ മറിയ ദൈവത്തെ സ്തുതിച്ച ഒരു ഭാഗമാണ്. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. കർത്താവ് ഇന്ന് നമ്മൾ നോക്കുന്നത് നാം വളരെ വിശപ്പോടെയാണോ, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണോ നാം കടന്നു വന്നിരിക്കുന്നത് എന്നാണ് ദൈവം നോക്കുന്നത്. നാം ആഗ്രഹത്തോടെയാണ് കടന്നു വന്നിരിക്കുന്നതെങ്കിൽ നമ്മെ നിറച്ച് തൃപ്തിയോടെ മടക്കി അയക്കുവാൻ കഴിയുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ആ കർത്താവിന്റെ സന്നിധിയിൽ വളരെ താല്പര്യത്തോടെ, വളരെ പ്രാർത്ഥനയോടെ വചന ശുശ്രൂഷ വഹിച്ച് നാം പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി പാസ്റ്റർ അനീഷ് കൊല്ലം പ്രിയ ദേവദാസനെ വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Praise the Lord. Hallelujah. Hallelujah. അനുഗ്രഹീതമായ നല്ല പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയുടെ അധ്യക്ഷൻ, വേദിയിലായിരിക്കും ദേവദാസന്മാർ, പ്രത്യേകാൽ പ്രിയ എം.എ. വർഗീസ് ചായൻ, പ്രിയ തോമസ് ചായൻ, മറ്റ് ദേവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വന്ദനം അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തിയെല്ലാം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം വാക്യം ശബ്ദമുയർത്തി ഒന്ന് വായിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം വാക്യം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. എല്ലാവരും നിങ്ങളുടെ ബൈബിളിൽ നോക്കി ഒന്ന് വായിക്കാമോ വാക്യം? എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ തിരുവചനമാണ് വായിച്ചത്. ഈ വാക്യം നിങ്ങൾ കാണാതെ പഠിക്കണം. ഈ വാക്യത്തെ ഞാൻ പകലും രാത്രിയിലുമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഈ തിരുവചനത്തിലേക്ക് നമുക്കൊരുമിച്ച് ശ്രദ്ധ തിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വരച്ചു കാട്ടുകയാണ്. അനുഗ്രഹീത അപ്പോസ്തലൻ യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ദൈവത്തെ വരച്ചു കാട്ടുമ്പോൾ ഓരോ അധ്യായത്തിലും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ വർണ്ണനകളാണ്. ഈ സുവിശേഷം നമ്മൾ വായിച്ചു വരുമ്പോൾ മറ്റ് 3 സുവിശേഷങ്ങൾ, സമവീക്ഷണ സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസും ലൂക്കോസും, ഈ സുവിശേഷങ്ങളിൽ കാണാത്ത പലതും യോഹന്നാനിലുണ്ട്. ഈ 3 സുവിശേഷങ്ങളിൽ പറഞ്ഞ പലതും യോഹന്നാനിൽ കാണാനില്ല. കർത്താവിൻ്റെ 37 അത്ഭുതങ്ങളെ നമ്മൾ ഇഴകീറി പരിശോധിച്ചാൽ യോഹന്നാനിൽ 8 എണ്ണം മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ തന്നെ ചിന്തിക്കണം, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം വരച്ചു കാണിക്കുമ്പോൾ സാധാരണ അത്ഭുതമാണ് പറയേണ്ടത്. എന്നാൽ യേശു ദൈവമായിരിക്കുന്ന അത്ഭുതം ചെയ്തതുകൊണ്ടല്ല. യോഹന്നാൻ യേശുവിനെ വെളിപ്പെടുത്തുന്ന അത്ഭുതത്തിലൂടെയല്ല എന്നതാണ് ഏറ്റവും സ്പഷ്ടം. യേശു അത്ഭുതം ചെയ്തുകൊണ്ടല്ല, അവൻ ദൈവമായിരിക്കുന്നത് ദൈവമായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും വലിയ പ്രത്യേകത, യോഹന്നാൻ്റെ സുവിശേഷം ഒരു രാത്രിക്ക് വേണ്ടി 6 അധ്യായം മാറ്റിവെച്ചു. ശ്രദ്ധിച്ചോണം, ഒരു രാത്രി. യോഹന്നാൻ 13 മുതൽ യോഹന്നാൻ 18 വരെ ഒരു രാത്രിയാണ്, ഒറ്റ രാത്രി. ഒറ്റ രാത്രിയിലെ സംഭവങ്ങൾ 6 അധ്യായം കൊണ്ട് വിവരിക്കുക. അപ്പോൾ ആ രാത്രിയുടെ പ്രത്യേകത വളരെ ആഴമേറിയതാണ്. ആ രാത്രിയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ രാത്രി യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി,
മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരാർത്ഥം മണ്ണിൽ അവതരിച്ചെന്ന ശ്രീനാഥൻ തൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം, തൻ്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തോട് അടുക്കുന്ന വേള ആ ഒരു രാത്രി യോഹന്നാൻ ആ രാത്രി 6 അധ്യായം എടുത്ത് വിവരിക്കുമ്പോൾ മറ്റു 3 സുവിശേഷകന്മാർ 2 അധ്യായം മാക്സിമം എടുത്തുകൊണ്ട് ആ സംഭവങ്ങളെ ചുരുക്കി വിവരിക്കുമ്പോൾ യോഹന്നാൻ 6 അധ്യായത്തിൽ വിവരിക്കുന്നെങ്കിൽ ആ രാത്രിക്ക് അത്ര കണ്ട് പ്രത്യേകതയുണ്ട്. സ്തോത്രം. ഇനി ആ രാത്രിയിലേക്ക് ഞാൻ വിഷയത്തെ ക്രോഡീകരിക്കുക. ആ രാത്രിയിലെ അവസ്ഥയെന്ന് പറഞ്ഞാൽ 13-ാം അധ്യായം പെസഹ ആചരണമാണ്. 14-ാം അധ്യായം 15-ഉം 16-ഉം കർത്താവിൻ്റെ അവസാന പ്രസംഗം. കർത്താവിൻ്റെ ആദ്യ പ്രസംഗം യോഹന്നാൻ എഴുതിയില്ല, പക്ഷേ അവസാന പ്രസംഗം എഴുതി. ശ്രദ്ധിക്കണം, ഗിരിപ്രഭാഷണം യോഹന്നാൻ എഴുതിയിട്ടില്ല, എന്നാൽ അവസാന പ്രസംഗം യോഹന്നാൻ എഴുതി. അതിൻ്റെ അർത്ഥം ഗിരിപ്രഭാഷണത്തെക്കാൾ പ്രാധാന്യത അവസാന പ്രസംഗത്തിനാണ്. കാരണം ഗിരിപ്രഭാഷണം കൊണ്ട് പ്രസംഗം തുടങ്ങുകയാണ്. എന്നാൽ ആ തുടങ്ങുമ്പോൾ 1000 തൻ്റെ കേൾവിക്കാരായിട്ടുണ്ടെങ്കിൽ അവസാന പ്രസംഗത്തിൽ കൃത്യം 11 പേരേ ഉള്ളൂ. അത് 13-ാം അധ്യായം തുടങ്ങുമ്പോഴുണ്ട്, യേശു തനിക്കുള്ളവരെ അരികത്ത് വിളിച്ചു എന്നാണ്. തനിക്കുള്ളവരെ അരികത്ത് വിളിച്ചു എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കൂട്ടമേ ഉള്ളൂ, കൃത്യം 12 പേരാണ്. 13-ാം അധ്യായത്തിൽ യൂദ ആ കൂട്ടത്തിൽ നിന്ന് പോയി കഴിഞ്ഞാണ് 14-ലെ പ്രസംഗം നടക്കുന്നത്. അപ്പോൾ കൃത്യം 11 പേരോടുള്ള ഒരു സ്വകാര്യ സംഭാഷണമാണ് യേശുവിൻ്റെ അവസാന പ്രസംഗം. അതുകൊണ്ട് തന്നെ അവസാന പ്രസംഗം വളരെ തീവ്രമാണ്. ഇനി ആ പ്രസംഗത്തിൻ്റെ പ്രത്യേകത പറയാം. ആ പ്രസംഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉപമകളില്ലാത്ത പ്രസംഗമാണ് അവസാന പ്രസംഗം. കർത്താവിൻ്റെ മുൻ പ്രസംഗങ്ങളൊക്കെ ഉപമകളുടെ ധാരാളിത്തമുള്ളതാണ്. നിധിയുടെ ഉപമ, വയലിൻ്റെ ഉപമ, വിത്തിൻ്റെ ഉപമ, വിതക്കാരൻ്റെ ഉപമ, കടുകുമണിയുടെ ഉപമ, അങ്ങനെ ഉപമകളിലൂടെ കർത്താവ് തൻ്റെ സന്ദേശം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞു. എന്നാൽ കർത്താവിൻ്റെ അവസാന പ്രസംഗത്തിൽ ഉപമകളില്ല, അത് തന്നെ വളരെ പ്രയാസമാണ് ഗ്രഹിക്കാൻ. ഓർക്കണം, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് വളരെ സന്തോഷത്തോടൊക്കെ രാവിലെ ഇരിക്കുന്നെങ്കിലും ഈ സന്ദേശം ഗ്രഹിക്കാൻ നിങ്ങൾക്കല്പം പ്രയാസം തോന്നും. കേൾക്കുമ്പോൾ സുഖമെന്ന് തോന്നിയാലും അല്പം ഗ്രഹിക്കാൻ പ്രയാസമുണ്ടാകും. കാരണം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മാത്രം കുഴപ്പമല്ല. ഈ പ്രസംഗം നടക്കുമ്പോൾ 15-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ ഇടയിലെ ആവർത്തിച്ചവർ പറയുന്നൊരു ശബ്ദമുണ്ട്. ശബ്ദം ഇതാണ്: ഇവൻ എന്താ പറയുന്നത്, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഉപമകളില്ലാത്തത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഉപയോഗിക്കുന്ന പദങ്ങൾ അവരുടെ കർണപുടങ്ങളിൽ ചെന്ന് അലച്ചിട്ട് അവരുടെ മസ്തിഷ്കജന്യമായ മൂശയ്ക്കകത്ത് തിരിനാളങ്ങളായി മാറി. കാരണം അവർക്ക് ചൂട് പിടിക്കുക, അവർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയാത്ത ചിന്തകളാണ്. ഞാൻ പോകുന്നു എന്ന് 8 തവണ പറയുന്ന ആ പ്രസംഗം അവരുടെ ഹൃദയത്തെ വല്ലാതെ മഥിക്കുകയാണ്. അത്രയ്ക്ക് ആ പ്രസംഗം ഉപമകളില്ലാത്തത് കൊണ്ട് വളരെ പ്രയാസമാണ്. ഇനി ആ പ്രസംഗത്തിൻ്റെ അടുത്ത പ്രത്യേകത, പ്രസംഗം കേട്ട 11-ൽ 10 പേരും രക്തസാക്ഷികളാണ്. പ്രസംഗം കേട്ട 11-ൽ 10 രക്തസാക്ഷികളാണ്. അതുകൊണ്ടാണ് ആ പ്രസംഗത്തിൻ്റെ തീവ്രത. കാരണം ആ പ്രസംഗം ഗിരിപ്രഭാഷണം കേട്ട പ്രസംഗങ്ങൾ അത് കേട്ടവരൊക്കെ പലരും കർത്താവിനെ വിട്ടുപോയെങ്കിൽ അവസാന പ്രസംഗം കേട്ട 11-ൽ 10 രക്തസാക്ഷികൾ എന്ന് പറയുമ്പോൾ മരണത്തിൻ്റെ മുൻപിൽ തന്നെ അവരുടെ പ്രതികരണം തന്നെ വ്യത്യസ്തതയുള്ളതാണ്. പത്രോസിനെ പിടിച്ചത് ക്രൂശിക്കാനാണ്. താൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്നത്, എന്നെ തലകീഴായിട്ട് നിങ്ങൾ ക്രൂശിക്കണം. ക്രൂശിക്കാൻ വന്നവർക്ക് തന്നെ വല്ലാത്ത ആശയക്കുഴപ്പം. ഇങ്ങനെ ഒരുവൻ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത് ആദ്യമായിട്ടാണ്. പീറ്ററെ, നീ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം പത്രോസിൻ്റെ പദം, എനിക്ക് വേണ്ടി ജീവൻ തന്നവൻ്റെ പാദം ചുംബിച്ച് വേണം എനിക്ക് മണ്ണിനോട് മടങ്ങാൻ. അങ്ങനൊരു തീവ്രമായ വെളിപ്പാടാണ് അവസാന പ്രസംഗത്തിൽ അകത്തേക്ക് വീഴുന്നത്. ഇനി നോക്കുമ്പോൾ തൻ്റെ കൂടപ്പിറപ്പ് അന്ത്രയോസാണ്. ഈജിപ്തിൽ തന്നെ പിടിച്ചു ക്രൂശി, എക്സ് പോലുള്ള ക്രൂശിൽ ആണിയടിച്ചുറപ്പിച്ചു. 72 മണിക്കൂർ ക്രൂശിൽ കിടന്ന് അനർഗളമായി യേശുവിനെ പ്രസംഗിക്കുകയാണ്. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, കാൽവരിയിൽ കിടന്ന നാഥൻ്റെ ചൂട് അകത്ത് കയറിയതോടെ, ആ വെളിപ്പാടകത്ത് കയറിയതോടെ, അവൻ്റെ സാന്നിധ്യം അറിഞ്ഞതോടെ ഇവിടെ ഭക്തൻ ക്രൂശിൽ കിടന്നും പ്രസംഗിക്കണമെങ്കിൽ അവസാനം കേട്ട പ്രസംഗം അത്ര തീവ്രമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നട്ടം തിരിഞ്ഞ് ഉപവാസത്തോട് പ്രാർത്ഥനയോടെ അടുത്തു വന്നവരോട് ഈ പകൽ ആത്മാവിടപെടുന്നത്, നിങ്ങളുടെ പ്രതിസന്ധികൾ മരണത്തിൽ വലുതല്ലല്ലോ ഇന്നത്തെ നിങ്ങളുടെ പ്രശ്നം.
മരണത്തിനേക്കാൾ വലുതല്ലല്ലോ. മരണത്തിൻ്റെ മുൻപിൽ പോലും പുഞ്ചിരിച്ച മുഖത്തോടൊരു ഭക്തനെ നിർത്തിയ തീവ്രമായ വെളിപ്പാടാണ് കർത്താവിൻ്റെ അവസാന പ്രസംഗമെങ്കിൽ ആ പ്രസംഗം നിങ്ങളുടെ അകത്തൊന്ന് കയറിയാൽ എന്നിൻ്റെ പ്രതികൂലങ്ങൾക്ക് മീതെ ദൈവകൃപയോടെ ഒരു ആത്മീയൻ നിൽക്കും. ഇന്ന് പകൽ ആമേൻ ഞരക്കങ്ങളുടെ, ഞെരുക്കങ്ങളുടെ, പ്രതികൂലങ്ങളുടെ, പ്രതിസന്ധികളുടെ നേരെ പല്ലിളിച്ചു നിൽക്കുന്ന പ്രതികൂലങ്ങളും പൈശാചികതയ്ക്കും നേരെ ആത്മനിറവോടൊരു ഭക്തൻ അതിൻ്റെ മീതെ ജയക്കൊടി എൻ്റെ ദൈവമെന്ന് പറയത്തക്കവണ്ണം അവനെ കരുത്തനാക്കുന്ന ഒരു തീവ്രമായ വെളിപ്പാടാണ് ഈ സന്ദേശം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ അവസാന പ്രസംഗം വളരെ തീവ്രമാണ്. ഈ പ്രസംഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 അധ്യായത്തിലെ പ്രസംഗമാണ്. എന്നാൽ കർത്താവ് ആദ്യത്തെ പഠിപ്പിച്ച പ്രാർത്ഥന യോഹന്നാൻ എഴുതാതെ പ്രാർത്ഥിച്ച പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. വീണ്ടും അവിടെയുണ്ട് വളരെ പ്രത്യേകത. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം രേഖപ്പെടുത്തുമ്പോൾ പഠിപ്പിച്ച പ്രാർത്ഥന എഴുതിയിട്ടില്ല, പ്രാർത്ഥിച്ച പ്രാർത്ഥന എഴുതി. അപ്പോൾ ഓർക്കണം, അതാണ് യോഹന്നാൻ 17 കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവിൻ്റെ അവസാന പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം കർത്താവ് പറഞ്ഞ വാക്യമാണ്. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരും ചേർന്നൊന്ന് വായിക്കണം. എന്നാൽ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലായി. അപ്പൊ ഇനി എൻ്റെ ചോദ്യങ്ങളാണ്. ഞാൻ ഇന്ന് പകൽ ഇതിനകത്ത് കുറെ ചോദ്യങ്ങളോടെ ഇന്ന് പകൽ ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ ആദ്യം, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. യേശു ഉള്ളതാണോ പ്രയോജനം, പോകുന്നതാണോ? അപ്പോൾ ഈ ഉടക്ക്, ഈ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങളിൽ സംഭവിച്ചു. ഞാനൊരു 20 മിനിറ്റ് കൊണ്ട് ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആൻസർ പറയും, ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്നാലേ നമുക്ക് അടുത്തത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ യേശു ഉള്ളതാണോ പ്രയോജനം, യേശു പോകുന്നതാണോ? അത് പറയുമ്പോൾ ഒരു ചെറിയ, ഇത് നമ്മുടെ മാത്രം കുഴപ്പമല്ല കേട്ടോ. കാരണം എന്താണെന്നറിയാമോ? ആ രാത്രി 8 തവണ ആവർത്തിക്കുന്നൊരു വാക്കാണ് ഞാൻ പോകുന്നു. കാരണം യേശുവിൻ്റെ ആ വാക്ക് തന്നെ അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് വല്ലാത്ത പ്രകമ്പനമായി നിൽക്കുക. അതാണ് ഈ പ്രശ്നം. ഈ വാക്യവും കർത്താവ് ഉപമയില്ലാതെ പറഞ്ഞതുകൊണ്ട് വളരെയേറെ തീവ്രമാണ് കർത്താവിൻ്റെ അവസാന പ്രസംഗം. കാരണം ഈ അവസാന പ്രസംഗം നമ്മുടെ സഭകളിലോ പ്രസംഗവേദികളിലോ ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. കാരണം അവസാന പ്രസംഗം അത്ര തീവ്രമാണ്. അത്ര സാധാരണ ഒരു വിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുള്ള ഒരു പ്രസംഗമാണ്. ഏതായാലും ഞാൻ ഈ വാക്ക്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. യേശു ഉള്ളതാണോ പോകുന്നതാണോ പ്രയോജനം? ആ വാക്ക് യേശു ഉള്ളതിൻ്റെ പ്രയോജനം അറിയണമെങ്കിൽ യേശു പോകുന്നതിൻ്റെ പ്രയോജനം അറിയണം. അപ്പം നമുക്ക് പരസ്പരം ഒന്ന് താരതമ്യം ചെയ്ത് പറയാം. യേശു ആരായിരുന്നു എന്ന ചോദ്യത്തോടെ തുടങ്ങാം. യേശു ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? യേശു ദൈവമാണോ ദൈവപുത്രനാണോ? ആരായിരുന്നു? ഉറക്കെ പറ. അതോ ദൈവപുത്രനാണോ? വേണ്ട, നിങ്ങളാകെ ആശയക്കുഴപ്പത്തിലാകണ്ട. തിത്തോസ് 2:12 എഴുതിയിട്ടുണ്ട്. വാക്യവിജ്ഞനാണ് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ എല്ലാ വിശ്വാസിയും പറയേണ്ട ഒരു പദമാണ് മഹാദൈവമാണ്. എൻ്റെ കർത്താവ് മഹാദൈവമാണ്. ഈ ദൈവപുത്രൻ എന്നൊന്നുമില്ല, എൻ്റെ കർത്താവ് മഹാദൈവമാണ്. അപ്പോൾ വീണ്ടും ഒരു സംശയമുണ്ട്. നമ്മൾ പാടും ദൈവത്തിൻ്റെ പുത്രനാം യേശു ഭൂജാതനായി പിതാവെന്ന് വന്നു, പുത്രനെന്ന് പറഞ്ഞു. ഈ വാക്കൂടെ ഞാൻ പെട്ടെന്ന് ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ പിതാവെന്നും പുത്രനെന്നും പറഞ്ഞു. പിതാവെന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ഒരു സാധാ വിശ്വാസി പിതാവെന്ന് കേൾക്കുമ്പോൾ താടിയും മുടിയും ഒക്കെ നരച്ച് ഒരു വൃദ്ധനായ മനുഷ്യൻ, മോസ്റ്റ് സുപ്പീരിയർ, പവർഫുൾ എന്നൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന പിതാവായ ദൈവം. അതിൻ്റെ തൊട്ട് താഴെ, ഇത്തിരി താഴെ നിൽക്കുകയാണ് 33 തിരുവയസ്സുള്ള ഒരു യങ്സ്റ്ററാണ് പുത്രൻ. അതിൻ്റെ താഴെയാണ് പരിശുദ്ധാത്മാവ്. ഇതാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ചിന്ത. അതിൽ നമ്മൾ ഈ പിതാവ് പുത്രൻ എന്ന പദം വന്നതാണ്. കർത്താവ് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച പിതാവ്. അപ്പോൾ ഈ പിതാവെന്ന് കർത്താവ് വിളിക്കുമ്പോൾ തന്നെ പിതാവേ. അതുകൊണ്ട് തന്നെ പലരും പറയുന്നത് പിതാവ് വലുത്, ദൈവം, പുത്രൻ തന്നെയാണ്. അതുകൊണ്ട് എന്നോടൊരു മോൻ ചോദിച്ചത്, പാസ്റ്ററേ, ഈ പിതാവും പുത്രനും
പുത്രനാണല്ലോ കർത്താവ്, പിതാവ് പിതാവാണല്ലോ. പുത്രൻ ഉണ്ടാകണമെങ്കിൽ മാതാവില്ലാതെ പുത്രൻ വരുമോ? അവൻ ചോദിച്ച ചോദ്യം കറക്റ്റാ. കാരണം ഈ ലോകത്തിൻ്റെ കണക്കിൽ മാതാവും പിതാവും പുത്രനും, അതാ കണക്ക്. ഇന്നും അങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന നമ്മുടെ വിശ്വാസികളും ജനവുമുണ്ട്. എന്നാൽ ഇവിടെ പിതാവും പുത്രനും എന്ന പദം വന്നത് എന്തിനെന്നറിയാമോ? ആ വാക്ക് മനുഷ്യനോട് ദൈവം കൺവേ ചെയ്യുന്ന ഒരു ആശയത്തിൻ്റെ ഭാഗമാണ്. വേദപുസ്തകത്തിൻ്റെ അകക്കമ്പെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം റിവീൽ ചെയ്യുകയാണ്. മാനവകുലത്തിന് ദൈവസ്നേഹത്തെ റിവീൽ ചെയ്യുക. സ്നേഹത്തിന് മാത്രം ഒരു സ്നേഹമെന്ന് പറഞ്ഞൊരു ഇമോഷനാണ്. ഇമോഷൻ എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാതെ മനസ്സിലാകില്ല. നമുക്കെല്ലാവർക്കും അറിയാം, സ്നേഹം പ്രകടിപ്പിക്കണം. സ്നേഹം പ്രകടിപ്പിക്കാതെ അറിയില്ല. കോപം പ്രകടിപ്പിക്കാതെ അറിയില്ല. ഈ ഇമോഷൻ പുറത്തു വരണം. പക്ഷേ ഒരു ചെറിയ അപാകതയുണ്ട്. കോപം പ്രകടിപ്പിക്കുന്നുണ്ട്, എന്നാലും സ്നേഹം പ്രകടിപ്പിക്കാൻ പിശുക്കുന്നവരുമുണ്ട്. സത്യമല്ലേ? നമ്മുടെ ചില സഹോദരങ്ങൾ, അച്ചായന്മാർ, ആൻറ്റിമാരൊക്കെ നല്ല പോലെ കോപം നന്നായി പ്രകടിപ്പിക്കും. പക്ഷേ കൂടുതൽ അപ്പന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾ പറയും, ഭർത്താവിനോട് പറയാറുണ്ട്, അച്ഛാ ഇങ്ങനെ ഇരിക്കാതെ കുഞ്ഞുങ്ങളോട് ഇച്ചിരി മയത്തിൽ സ്നേഹത്തിൽ സംസാരിക്കുക. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, സ്നേഹമില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ ജീവിക്കുന്നതന്നെ അവർക്ക് വേണ്ടിയല്ലേ. ഞാൻ അതിൽ സ്നേഹമുണ്ട്. ഇങ്ങനല്ല സ്നേഹം എന്താ കുഴപ്പമെന്താ? അവർക്ക് വേണ്ടതല്ല ഞാൻ കൊടുക്കുന്നില്ലേ? അവർ ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നുണ്ട്, ഫീസ് കൊടുക്കുന്നുണ്ട്, കല്യാണം പിള്ള കൊച്ചുമക്കളെ വരെ ഞാൻ നോക്കുന്നുണ്ട്. സ്നേഹമില്ലേ? അങ്ങനല്ല സ്നേഹം. തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക്? പറയാം. ഇനി അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ആദ്യം അത് നിങ്ങൾക്കൊരു ഗുണമാകട്ടെ എന്ന് കരുതട്ടെ. അപ്പം സ്നേഹം പ്രകടിപ്പിക്കണം. അതുകൊണ്ട് എൻ്റെ പറഞ്ഞ കോപം പ്രകടിപ്പിക്കാൻ പിശുക്കാത്ത അച്ചായൻ സ്നേഹം ഒന്ന് പ്രകടിപ്പിക്കുക. കോപം പ്രകടിപ്പിക്കാൻ ഒരു പിശുക്കുമില്ല. അതിൻ്റെ എക്സ്ട്രീമായിരിക്കും പ്രകടനം. അത്രയും പ്രകടനം ഉണ്ടെങ്കിൽ സ്നേഹത്തിന് അത്രയും തന്നെ പ്രകടനം വേണം. കാരണം എന്താണെന്നറിയാമോ? പുരുഷന്മാരെല്ലാം കേട്ടോണം, സ്നേഹം പ്രകടിപ്പിക്കേണ്ട വികാരമാണ്. ഈ പലപ്പോഴും കുടുംബജീവിതത്തിൽ അസ്വാരസ്യം നേരിടുന്ന ഏറ്റവും വലിയ അപകടമെന്ന് പറഞ്ഞാൽ സ്നേഹം പ്രകടിപ്പിക്കാത്തതുകൊണ്ടാണ്. ഇനി ഇവർക്ക് സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കണം കേട്ടോ. മസലും പിടിച്ചിരിക്കരുത്. അതുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാത്ത അച്ചായന്മാരൊക്കെ ഇനിയും കോപം പ്രകടിപ്പിക്കരുത്. നിങ്ങളത് വീട്ടിൽ പറയണം. അത് കാരണം അച്ചായനിനെയും മേലാലിനെയും സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലേ, കോപം എന്ത് ചെയ്യരുത്. അതുപോലെ ഇങ്ങനെ തന്നെ എഴുതണം, എനിക്ക് സ്നേഹമില്ലെന്ന് ആര് പറഞ്ഞു. അതുപോലെ ലിസി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, അത്രയും കൊണ്ട് നിർത്തിയേക്കണം. പിന്നെ അതിനപ്പുറത്തേക്കൊരു കമാന്നൊരക്ഷരം എന്ത് ചെയ്യരുത്, മിണ്ടരുത്. അതല്ല, ദേഷ്യപ്പെടാൻ അവസരം തരണമെങ്കിൽ സ്നേഹിക്കാനും. ഇനി ഇവരെ നിങ്ങൾ അറിയണം. ദൈവം ഇവരെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഈ മഹിളകളെ സൃഷ്ടിച്ചപ്പോഴേ ഇവർക്ക് വേണ്ടത് പ്രകടനമാണ്. ഇവരെ പ്രകടിപ്പിക്കാതെ സ്നേഹം അവർക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലപ്പോഴും അവർ പറയുന്നത്, അച്ഛനിപ്പം പഴയ പോലെ സ്നേഹമില്ല. കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ആ പ്രകടനം, അവർ പ്രതീക്ഷിക്കുന്ന പ്രകടനം വാക്കിലാണ്. അതുകൊണ്ട് നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി വേറൊന്നും ചെയ്യണ്ട. ചുമ്മാതെ മോളിക്കുഞ്ഞ് എന്തോ ഉണ്ട് കഴിക്കാൻ, നന്നായിരിക്കുന്നു കേട്ടോ, നീ ഇത് വെച്ചിന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്, ഉപ്പ് കൂടിയാലും അങ്ങനൊന്ന് പറഞ്ഞു നോക്ക്. അവർക്ക് കിട്ടുന്നൊരു ബൂസ്റ്റപ്പ്. ഞാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ ഒരു ശബ്ദമൊക്കെ ഒന്ന് ഉണ്ടാക്കണേ. അതാണ് അല്ലേ നിങ്ങളുടെ പക്ഷത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്നേഹം അതുകൊണ്ട് പലപ്പോഴും പേരൊന്നും വിളിക്കാതെ ഇടയ്ക്ക് അതിൻ്റെ അറ്റത്ത് മോളെന്നോ കുഞ്ഞെന്നോ കരളയെന്നോ ഒക്കെ ഒന്ന് വിളിക്കും. ആഗ്രഹമില്ലേ? കണ്ടോ, അവരുടെ മുഖം തെളിഞ്ഞു കണ്ടോ, പാസ്റ്റർ വന്നത് നന്നായി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കണം. കാരണം ഇവരുടെ ജീവിതത്തിൽ ഈ മഹിളകളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്നൊരു പ്രത്യേകതയാണ്. ഒരുപാട് ഗുണങ്ങളിൽ ഒരു കാര്യമാണ്, വാക്കുകൊണ്ട് നിങ്ങളൊന്ന് സ്നേഹിച്ചാൽ, വാക്കുകൊണ്ട് ഒന്നും ചെയ്യണ്ട. അടുക്കള വരെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് നിങ്ങൾ കസർത്ത് കാണിച്ചിട്ട് ഡൈനിങ് ടേബിൾ അങ്ങ് ലിവിങ് റൂമിൽ ഇരുന്ന് ഓർഡർ കൊടുക്കുമല്ലോ, ചായ. ഇപ്പോഴത്തേനും ടെമ്പറേച്ചർ വരെ നോക്കി അത് കൊണ്ടുവരാതെ ഡൈനിങ് ടേബിൾ കിടന്ന് അപ്പുറത്ത് നിന്ന് ആ പാവം തന്നെ നിൽക്കുക. ഒന്ന് ചെന്നിട്ട് ഒരു ചായ ഇടണം, ഞാൻ ഇടട്ടെ. അറിയാം ഇതിനൊന്നും അറിയത്തില്ലെന്ന്, പഞ്ചാരയുടെ സ്ഥാനത്ത് ഉപ്പെടുത്തുകൊണ്ട് വരുമെന്നുള്ളത് അറിയാന്നാലും അവർ പറയും വേണ്ട ചായ ഇട്ട് തരാം. അത്രേ ഉള്ളൂ. അതാണ് അവർ. പിടി കിട്ടുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യണം. ഇനി മാതാപിതാക്കളുടെ കോമൺ ആയിട്ടൊരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കണം. ആൺമക്കളെ എല്ലാം കൂടെ അമ്മമാരെന്ത് ചെയ്യണമെന്നറിയാമോ? ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉമ്മ കൊടുത്തിട്ട് ഐ ലവ് യു പറഞ്ഞു വിടണം.
ആ മക്കൾക്കെല്ലാം രാവിലെ അമ്മമാർ ചെയ്യേണ്ട കാര്യമാണ്. ഇത് പ്രാക്ടീസ് ചെയ്യണം. കാര്യം ഇവർക്ക് എല്ലാ ദിവസവും രാവിലെ മുട്ടനായാലും അമ്മയ്ക്ക് കൊടുക്കാം. ഒരു ഉമ്മ കൊടുത്തിട്ട് ഐ ലവ് യു പറഞ്ഞേ വിടാവും. അതാകുമ്പം 10-21 വയസ്സാകുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം വഴി കയറി ഐ ലവ് യു എന്ന് പറയുമ്പം തോന്നുന്നത് മമ്മി പിടി കിട്ടിയോ അതായിരിക്കണം. അല്ലാതെ പെട്ടെന്ന് ഇത് കേൾക്കാതെ വന്ന് ഒരെണ്ണം ഒന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് കയറി ട്രാപ്പിലാകും. അതുപോലെ പെൺകുഞ്ഞുങ്ങളെ അപ്പന്മാർ ചെയ്യേണ്ട കാര്യമാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉമ്മ കൊടുക്കുക, ഐ ലവ് യു പറയുക. ഇത് ഡെയിലി ചെയ്യണം. ഇത് ഡെയിലി ചെയ്യുമ്പോൾ ഉമ്മ കിട്ടുന്ന ഒരു പുതിയ സംഭവമല്ല, ഐ ലവ് യു പുതിയ സംഭവമല്ല. ഏതവൻ ടെസ്റ്റ് അയച്ചാലും ഡാഡിയാന്ന് തോന്നുന്നു. അത് ചെയ്യണം, സ്നേഹം പ്രകടിപ്പിക്കണം. ഇനി നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾക്കറിയാത്തൊരു കാര്യം പറയാം. നിങ്ങളെ സ്നേഹത്തിൻ്റെ വാക്കുകൾ, ചെല്ലപ്പേര്, മോളെ, കുഞ്ഞെ, കരളെ, മുത്ത എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് സ്നേഹമായി കൺവേ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അതുപോലെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യരുത്. ഞങ്ങളെ സൃഷ്ടിച്ചത് വേറെ സിസ്റ്റത്തിലാണ്, ഇതിവർക്കറിയത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്നറിയാമോ? നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും, ഭർത്താവ് നിങ്ങളുടെ നേരെ ദേഷ്യപ്പെട്ടത് റെസ്പെക്റ്റ് ഇല്ലെന്നും പറഞ്ഞാൽ. പഴയ പോലല്ല പക്ഷെ ഇപ്പം എന്നെ ബഹുമാനമില്ല, അവൾക്ക് പഴയ പോലെയല്ല, അവളങ്ങോട്ട് കീഴ്പ്പെടുന്നില്ല. എന്താ കാര്യമെന്ന് ഞാൻ പറഞ്ഞുതരാം. സംഭവം, പുരുഷന് മോളെ, കുഞ്ഞേന്ന് നിങ്ങളെ വിളിച്ച പോലെ കുട്ട, ചക്കരയെന്നൊന്നും വിളിച്ചാൽ അഭിമാനത്തിൽ മുറിപ്പെടും. അതുകൊണ്ടാണ് നിങ്ങൾ എന്നാടാന്ന് നീ എന്നെ കയറി എന്നാടാന്ന് പേര് വിളിക്കുന്നു. നീ കേട്ടോ, പേര് വിളിച്ച പ്രശ്നമാണ്, എടാന്ന് വിളിച്ച പ്രശ്നമാണ്. അതെല്ലാം ആ റെസ്പെക്റ്റ് അച്ചായ അല്ലെങ്കിൽ പിന്നെ എന്താ നാടിൻ്റെ കൾച്ചർ അനുസരിച്ച് റെസ്പെക്റ്റോടെ വിളിച്ചില്ല വലിയ പുകില. കാര്യം എന്നറിയാമോ? ഞങ്ങൾ ഇത്തിരി പൊങ്ങന്മാരാണ്. ദൈവം സൃഷ്ടിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ സ്നേഹം കൺവേ ആകുന്നത് എങ്ങനെയാണെന്നറിയാമോ? റെസ്പെക്റ്റാണ് സ്നേഹമാകുന്നത്. ഡാഡി വരുന്നുടനെ മക്കൾ എഴുന്നേറ്റിട്ട് മമ്മി ഡാഡി വന്നെന്ന് പറയുമ്പം പാവപ്പെട്ടവന് തോന്നുന്നത് സ്നേഹമാണ്. കണ്ടോ? ഭർത്താവ് വരുന്ന ഉടനെ ഭാര്യ എഴുന്നേറ്റ് നിന്നിട്ട് അച്ഛാ എന്തോ വേണം, അപ്പോഴേക്കും പുള്ളിയുടെ മനസ്സിൽ തോന്നും സ്നേഹമാണ്. ഇപ്പോൾ പിടികിട്ടിയോ? നിങ്ങൾക്ക് വാക്കിലാണെങ്കിൽ ഞങ്ങൾക്ക് പ്രവൃത്തിയില്ല. അത് ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റാണ് സ്നേഹമാകുന്നത്. ഇപ്പോൾ അപകടം പിടികിട്ടിയോ? അതുകൊണ്ട് മോനെ കുഞ്ഞെന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല, അത് പ്രകടിപ്പിക്കണം. പേടിയില്ലേലും കാണിക്കേ. അപ്പോൾ നമുക്ക് ഇത്രത്തോളം വൈവിധ്യം സ്നേഹം നമുക്ക് കിട്ടാൻ കൺവേ ചെയ്യാൻ ഇത്രയും പ്രശ്നമുണ്ടെങ്കിൽ ഈ മനുഷ്യന് മുഴുവനും ദൈവത്തിൻ്റെ സ്നേഹം കൺവേ ചെയ്യണമെങ്കിൽ എത്ര പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അഖിലാണ്ടകാരകനായ ദൈവം സ്നേഹം കൺവേ ചെയ്യുകയാണ്. ഏകജാതനായ പുത്രനെ നൽകത്തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ഒരു പിതാവുണ്ട്. ആ പിതാവ് എനിക്ക് പകരമായി തൻ്റെ മകനെ കാൽവറിയിൽ തകർക്കുമ്പോൾ അവനെ കൈവിട്ടിട്ട് എന്നിലേക്ക് തിരിഞ്ഞെങ്കിൽ ആ സ്നേഹം എത്ര വലുതാ. എന്തിനാ പിതാവെന്ന പദം വന്നത്? എന്നോടുള്ള ദൈവ സ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്താൻ. പിതാവെന്ന പദം വന്നത്, പുത്രൻ എന്ന പദം വന്നത് ദൈവസ്നേഹം കൺവേ ചെയ്യാനാണ്. അപ്പം നമ്മിലേക്ക് ദൈവത്തിൻ്റെ ആശയം കൺവേ ചെയ്യാൻ ഒരുപാട് പദങ്ങളുണ്ട്. അതിൽപ്പെട്ട മറ്റൊരു പദമാണ് കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. അപ്പോൾ എന്നോട് ഇത് ഞാൻ പറഞ്ഞപ്പോൾ മോൻ എന്നോട് ചോദിച്ച ചോദ്യമാണ്, പാസ്റ്റങ്ങളെ ഈ കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മൾ മണവാട്ടിയാണോ? ഞാൻ പറഞ്ഞു. അപ്പോൾ മണവാളനാരാ? കർത്താവ്. അപ്പോൾ അവൻ്റെ അടുത്ത സംശയം, നമ്മൾ ഗൗണാണോ ഇടുന്നത്, സാരിയാണോ എന്ന്. ചിലർക്ക് ഇപ്പോഴായിരിക്കും ആ സംശയം വന്നത്. ശരിയാ, കാരണം നിങ്ങൾക്ക് ആ സംശയം വരില്ല. കാരണം ഇവർ ഓൾറെഡി പണ്ട് സാരി ഉടുത്ത് കല്യാണം നടന്നവർക്കൊക്കെ ഇന്നിനി ഗൗൺ ഇട്ടാലും കുഴപ്പമില്ല, അതൊന്ന് ട്രൈ ചെയ്യണമെന്നുള്ള രീതിയിലാണ്. നമ്മൾ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടവരാ. അപ്പോൾ നമ്മളെങ്ങനെ ആയിരിക്കും അവിടെ? മണവാട്ടിയല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഗൗണാണോ സാരിയാണോ എന്നൊരു ചിന്ത വേണ്ട. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഗാഢമായ ബന്ധം ഭാര്യ ഭർത്തൃബന്ധമാണ്, കുടുംബമാണ്. ആ ബന്ധം തുടങ്ങിയത് എവിടെയാണെന്നറിയാമോ? വിവാഹത്തിലാണ്. ആ ബന്ധം തുടങ്ങിയത് വിവാഹത്താലാണ്. അന്നു മുതലാണ് രണ്ട് സംസ്കാരം, രണ്ട് ചിന്താഗതി, രണ്ട് കാഴ്ചപ്പാട്, രണ്ട് തരത്തിലുള്ള രണ്ടിടങ്ങളിൽ നിന്നുള്ളവർ ഒരുമിച്ചൊരു യാത്രയാണ്. അവർ മരണം വരെയൊരു യാത്രയാണ്. ആ യാത്ര തുടങ്ങിയത് വിവാഹത്താലാണ്. അന്ന് മുതൽ ഈ ഭൂമിയിലെ
ഏറ്റവും വലിയ ബന്ധം തുടങ്ങിയെങ്കിൽ മരണാനന്തരം നിത്യതയിലേക്കുള്ളൊരു വലിയ ബന്ധത്തിൻ്റെ തുടക്കമാണ് കുഞ്ഞാടിൻ്റെ കല്യാണം. അതിൻ്റെ അല്ലാതെ നമ്മളെല്ലാം കൂടെ അവിടെ മണവാട്ടി കളിക്കുകയാണെന്നുള്ളതല്ല. ഒരു ബന്ധത്തിൻ്റെ തുടക്കമാണ് നിത്യത മുഴുവനും നിലനിൽക്കുന്ന, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഏറ്റവും തീവ്രമായ ബന്ധം. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ബന്ധം മരണം കൊണ്ട് അവസാനിച്ചെങ്കിൽ മരണത്താൽ അവസാനിക്കാത്ത, നിത്യതയിലും തുടരുന്ന പവിത്രമായ, അനന്തമായ, നിത്യമായ ദൈവസ്നേഹത്തിൻ്റെ പരിലാളന അനുഭവിക്കുന്ന അവാച്യമായ അനുഭവത്തെ വാക്കുകളാൽ വെളിപ്പെടുത്തുക. അപ്പോൾ ഓർക്കുക, യേശു ക്രിസ്തു ആരെന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയുള്ളൂ: മഹാദൈവമാണ്, നിത്യനാണ്, പുരാതനനാണ്, അൽഫയാണ്, ഒമേഗയാണ്, ആദിയും അന്തവുമാണ്, ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്, ഉണ്ടാകട്ടെ എന്നുരുവിട്ട സൃഷ്ടിപ്പിനാദികാരണ ശബ്ദത്തിൻ്റെ ഉടമയാണ്, ഭൂമിക്ക് വൃത്തം വരച്ചവനാണ്, സ്വർഗം അവൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠം, മനുഷ്യർ കണ്ടിട്ടില്ല, കാണാൻ കഴിയാത്തവനായ, സർവശക്തനായ, നിത്യനായ, പുരാതനനായ മഹാദൈവം. അതെ, അപ്പൊ യേശു മഹാദൈവം. യേശു വന്നതെങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടാണ് പോയത് പറയേണ്ടത്. വന്നതെങ്ങനെയാണ്? ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നത്, ദൈവത്തോടുള്ള സമത്വം പിടിഞ്ഞ് വേഷത്തിൽ മനുഷ്യനായി വരികയാണ്. അവൻ തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി. ആ വാക്കിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്: അവൻ തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി. എവിടെ നിന്ന് തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി? അത് പരപ്രേരണ കൊണ്ടല്ല, സ്വയമേ അവൻ താഴ്ത്തി, അവൻ ഒഴിച്ചു. എന്തിനു വേണ്ടി എന്ന ചോദ്യം, ആർക്കു വേണ്ടി എന്ന ചോദ്യം. അവിടെ പ്രകടമാകുന്ന യാഥാർത്ഥ്യം, യേശു മഹാദൈവമായവൻ വേഷത്തിൽ മനുഷ്യരായി അവൻ താണലോകത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ദൈവത്തിൻ്റെ മഹത്വം വെടിഞ്ഞ് അവൻ താണലോകത്തിലേക്ക് വന്നത് വേഷത്തിൽ മനുഷ്യനായി. ഇന്ന് പകൽ മനസ്സിലാക്കേണ്ടത്, നിത്യനായവൻ, പുരാതനനായവൻ വേഷത്തിൽ മനുഷ്യനായി താണലോകത്തിലേക്ക് വന്നു. ആർക്കു വേണ്ടി? എനിക്കും നിങ്ങൾക്കും വേണ്ടി. എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരാർത്ഥം, എന്നോടും നിങ്ങളോടുമുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അവിടെയാണ്. അവൻ സ്വർഗം പരിത്യജിച്ചു, ഉന്നതി വെടിഞ്ഞ് അവൻ താണലോകത്തിലേക്ക് ഇറങ്ങി വരികയാണ്. എന്തിന് ഇറങ്ങി, എങ്ങനെ ഇറങ്ങി എന്ന ചോദ്യത്തിന് മറുപടികൾ വളരെയാണ്. അവൻ ദൈവത്തോടുള്ള സമത്വം വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടി? അവൻ സർവശക്തനായവൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യന്റെ കരത്തിൽ പിടിക്കപ്പെടുവാൻ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. മഹാദൈവമായവൻ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത് കന്നത്തടിയേൽക്കാനാണ്. മഹാദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നത് എനിക്ക് വേണ്ടി ക്രൂശ് ചുമക്കാനാണ്. മഹാദൈവം കന്നത്തടിയേറ്റ് ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ പാപത്തെ ചുമക്കാൻ എനിക്ക് വേണ്ടി അവൻ ക്രൂശ് ചുമക്കാൻ, എനിക്ക് വേണ്ടി കൈകളിൽ ആണി തറയ്ക്കപ്പെടുവാൻ, എനിക്ക് വേണ്ടി മുൾക്കിരീടം ശിരസിൽ അടിക്കപ്പെടുവാൻ, എനിക്ക് വേണ്ടി തുപ്പലേൽക്കാൻ, എനിക്ക് വേണ്ടി അപമാനിക്കപ്പെടാൻ, എനിക്ക് വേണ്ടി അപവാദമേൽക്കാൻ, എനിക്ക് വേണ്ടി മരിക്കാൻ. മഹാദൈവം എനിക്ക് വേണ്ടി മരിക്കാൻ വന്നു. ഇതിൽ പരം ഭാഗ്യം എന്താണ്? ഒരാത്മികൻ അനുഭവിക്കുന്ന കൃപയുടെ ഏറ്റവും തീവ്രമായ അനുഭവം എന്താണ്? മഹാദൈവം എന്നെ ഓർത്തു, മഹാദൈവം എന്നെ ഓർത്തു. അതെ ദൈവമേ, മനുഷ്യപുത്രനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്തുള്ളൂ, അവൻ എന്തും മാത്രം. അങ്ങനെങ്കിൽ എന്നെ ഓർത്ത് സ്വർഗത്തിന്റെ മഹത്വം വെടിഞ്ഞ് താണലോകത്തിൽ മനുഷ്യനായി വന്ന് എനിക്ക് വേണ്ടി മരിച്ചു. എൻ്റെ പാപത്തിന് വേണ്ടി, എൻ്റെ ശാപത്തിന് വേണ്ടി, എൻ്റെ മരണത്തിന് വേണ്ടി, എൻ്റെ രോഗത്തിന് വേണ്ടി കാൽവറിയിൽ അവൻ മരിച്ചു. ഹല്ലേലൂയ. യേശു ദൈവമായിരുന്നവൻ വേഷത്തിൽ മനുഷ്യനായി മരിക്കാൻ വന്നു. ഗുണമെന്താ? ഗുണം, എനിക്ക് ലഭ്യമായ വിടുതലെന്ന് പറഞ്ഞാൽ എൻ്റെ പാപം മോചിക്കപ്പെട്ടു, എൻ്റെ ശാപം മാറി, എൻ്റെ രോഗം സൗഖ്യമായി, എനിക്ക് നിത്യമരണം ഒഴിഞ്ഞു, നിത്യജീവൻ കിട്ടി. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് എനിക്ക് പ്രയോജനമാണ്. യേശു ഇവിടെ വന്നതിൻ്റെ പ്രയോജനമാണ് നമ്മൾ അനുഭവിക്കുന്നത്. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചതിൻ്റെ അനുഗ്രഹമാണ് നമ്മൾ അനുഭവിക്കുന്നത്. 4 കാര്യമാണ്: പാപമോചനം, ശാപവിമുക്തി, രോഗസൗഖ്യം, നിത്യജീവൻ. ഇത് 4 എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്നറിയാമോ? ദൈവം വേഷത്തിൽ മനുഷ്യനായി വന്നു മരിച്ചു.
യേശു മരിച്ചത് എനിക്ക് അനുഗ്രഹമായി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ ആ വാക്ക്. വന്നത് വേഷത്തിൽ, ഇനി പോകുന്നത് എങ്ങനെ? വന്നത് അനുഗ്രഹമല്ലേ? അനുഗ്രഹമാണല്ലോ. 4 കാര്യം കിട്ടി. ഇനി പോകുന്നത് കാൽവറിയിൽ മരിച്ചു കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റാണ് പോകുന്നത്. ഉയർക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? മനുഷ്യവേഷം കല്ലറയിൽ അഴിച്ചിട്ട് ദൈവമായിട്ടാണ് അവൻ ഉയർക്കുന്നത്. വന്നത് ദൈവത്വം വെടിഞ്ഞാ വന്ന്, സമത്വം വെടിഞ്ഞാ വന്നത്. പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? മനുഷ്യവേഷം വേഷത്തിൽ മനുഷ്യനായി വന്നു. മരിച്ചടക്കപ്പെട്ടുയർത്തതോടെ വന്നത് കുഞ്ഞാടായിട്ടാ, ഉയർത്തത് യഹൂദാ ഗോത്രത്തിലെ സിംഹമായിട്ടാ. വന്നത് തുപ്പലേൽക്കാനാ, ഉയർക്കുന്നത് വിസ്തരിക്കാനാ. വന്നത് അപമാനമേൽക്കാനാ, ഉയർക്കുന്നത് സഭയുടെ മണവാളനായിട്ടാ. വന്നത് മുൾക്കിരീടമേൽക്കാനാ, ഉയർക്കുന്നത് തേജസ്സിന്റെ കിരീടം ശിരസിലേൽക്കാനാ. വന്നത് ഒറ്റപ്പെട്ടു നിൽക്കാനാ, ഇനി പോകുന്നത് സഭയെ ചേർക്കാൻ വേണ്ടിയാ. വന്നത് പാപമോചകനായിട്ടാ, ഉയർക്കുന്നത് മഹാപുരോഹിതനായിട്ടാ. വന്നത് വീണ്ടെടുപ്പുകാരനായിട്ടാ, ഉയർക്കുന്നത് മഹാദൈവമായിട്ടാ. വന്നത് 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ, പോകുന്നത് നിത്യനായി അമർത്യതയിൽ വാഴാൻ വേണ്ടിയാണ്. ഇന്ന് പകൽ ആ വെളിപ്പാട് ആത്മീയർ പ്രാപിക്കേണ്ടത്. ഇനിയൊരു ചോദ്യം ചോദിക്കട്ടെ. മരിക്കാൻ വന്നപ്പം 4 ഗുണമാണെങ്കിൽ വേഷത്തിൽ മനുഷ്യനായി വന്ന് മരിച്ചപ്പോൾ നമുക്ക് കിട്ടിയതാണ് 4. പക്ഷെ ഇപ്പോൾ ആള് മഹാദൈവമാണ്. ആ വാക്ക് കർത്താവ് പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക്, ഞാൻ വന്നത് മരിക്കാനാ. ഞാൻ മരിക്കാൻ വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പ്രയോജനമേ നിങ്ങൾക്കറിയത്തുള്ളൂ. അപ്പോൾ നടന്ന വിടുതലേ നിങ്ങൾക്കറിയത്തുള്ളൂ. ഞാൻ മരിക്കാൻ വന്നപ്പോൾ എൻ്റെ അങ്കി തൊട്ടപ്പോൾ നടന്ന വിടുതലേ നിങ്ങൾക്കറിയത്തുള്ളൂ. ഞാൻ മരിക്കാൻ വന്നപ്പോൾ ക്രൂശ് ചുമക്കാൻ വന്നപ്പോൾ നടന്ന അത്ഭുതം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ മരിക്കാൻ വന്നപ്പോൾ നടന്ന അത്ഭുത സൗഖ്യമേ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളൂ. എന്നാൽ ഞാനിനി പോകുന്നത് മരിക്കാൻ വന്നവനായിട്ടല്ല, നിത്യനായി ഞാൻ മാത്രം അമർത്യതയുള്ളവനായിട്ട് സ്വർഗത്തിലേക്ക് ഈ ഭൂമിയിൽ നിന്ന് കരേറുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ വന്നത് വേഷത്തിൽ മനുഷ്യനായി മരിക്കാൻ വന്നപ്പോൾ ഇത്ര വിടുതൽ നടന്നെങ്കിൽ, ഞാൻ നിത്യനായി പുരാതനനായി സ്വർഗത്തിൽ വസിക്കുന്ന മഹാദൈവമായി ഞാൻ സ്വർഗത്തിൽ ഉണ്ടെങ്കിൽ, നിന്റെ മേൽ ഇനി നടക്കാൻ പോകുന്ന അത്ഭുതം, നിന്റെ മേൽ നടക്കാൻ പോകുന്ന പ്രവർത്തികൾ, നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്ന കരുതൽ, അതെത്ര വലുതായിരിക്കും. ഇന്ന് പകൽ ആ വെളിപ്പാടിൽ നിന്ന് വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഇന്നലെ വരെ കണ്ടതിനേക്കാൾ വലുത്, ഇന്നലെ വരെ കേട്ടതിനേക്കാൾ വലുത്, ഇന്നലെ വരെ അറിഞ്ഞതിനേക്കാൾ വലുത് നിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് വന്നതാണോ പ്രയോജനം, പോകുന്നതാണോ? ഉറക്കെ പറഞ്ഞേ. ഇപ്പോഴാ കറക്റ്റായി. ഇപ്പോഴാ കാര്യം. വന്നത് മരിക്കാനാ, പോകുന്നത് അതാ നമ്മെ ചേർക്കാൻ നീ വരാനാ. നിത്യനായിട്ടാ, ന്യായാധിപനായിട്ടാ, രാജാതി രാജാവായിട്ടാ. അപ്പം ഇതുവരെ നടന്നത് നമുക്കറിയാം. ആർക്കു വേണ്ടി മരിച്ചു? എനിക്ക് വേണ്ടി. എനിക്ക് വേണ്ടി മരിക്കണമെങ്കിൽ ഞാനെത്ര വലുതാവന്. എനിക്ക് വേണ്ടി മരിക്കണമെങ്കിൽ അവൻ എത്ര വിലയേറിയതാ ഞാൻ. അങ്ങനാണെങ്കിൽ ഇന്ന് അവൻ ജീവിക്കുന്നെങ്കിൽ എനിക്ക് വേണ്ടിയാണ്. അങ്ങനാണെങ്കിൽ ഇതുവരെ കണ്ടതിനേക്കാൾ വലുത് എനിക്ക് വേണ്ടി നൽകാൻ അവൻ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും വിലയേറിയത് പ്രയോജനം എൻ്റെ കർത്താവ് പോകുന്നതാ. അപ്പോൾ ഇവിടെ ശിഷ്യന്മാർ പറയുന്ന വാക്കിലേക്ക് നമ്മൾ വരുന്നു. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് യേശു ഉള്ളതാണോ പ്രയോജനം? പോകുന്നതാണോ? പോകുന്നതാണ്. കാരണം നമ്മളതാ മനസ്സിലാക്കാൻ പോകുന്നത്. ഞാൻ വന്നത് മരിക്കാൻ, ഞാൻ വന്നത് വേഷത്തിൽ മനുഷ്യനായി, ഞാൻ പോകുന്നത് മഹാദൈവമായിട്ടാണ്.
ഞാൻ പോകുന്നത് നിത്യനായിട്ടാണ്. ഞാൻ പോകുന്നത് അമർത്യതയുള്ളവനായിട്ടാണ്. ഞാൻ പോകുന്നത് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായിട്ടാണ്. ഇനി ആ പ്രയോജനം എന്താണെന്ന് പറയുന്നു. കർത്താവ് പറയുന്ന വാക്ക് കണ്ട് ഇനി നമ്മൾ ഒന്നിച്ച് ആ വാക്യം പറയാൻ പോവാ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ. അപ്പൊ ഇനി നമ്മൾ ഇത്രയും ഒന്നിച്ചൊന്ന് പറയണം. എന്നാൽ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അപ്പം ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ആ പ്രയോജനം എന്താണ്? കാര്യസ്ഥൻ വരും. അപ്പൊ എന്നേക്കാൾ നല്ലത് കാര്യസ്ഥൻ. ഇവിടെ അടുത്തുടക്കായി തകരാറായി. അപ്പോൾ ഈ തകരാറ് നമുക്ക് പരിഹരിക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ അവിടം പരിഹരിച്ച് കഴിയുമ്പോൾ ഈ വാക്യം ഒന്നുകൂടെ പറയും. അപ്പോഴേക്കും മീറ്റിംഗ് അങ്ങ് തീരും. അപ്പോൾ രാത്രി ഞാൻ ആ പ്രയോജനം എന്ന വാക്കിനെ ഒന്നുകൂടെ ഒന്ന് ലളിതമാക്കാം. 5 കാര്യമുണ്ട്. 5 എണ്ണം പറയുമ്പോൾ ഒരെണ്ണയിൽ ഞാൻ പറയും. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. അപ്പം നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്, യേശു ഉള്ളതാണോ പ്രയോജനം, യേശു പോകുന്നതാണെന്ന് സമ്മതിച്ചു. അത് നമ്മൾ സമ്മതിച്ചു. ഇനി അടുത്ത കാര്യമാണ് സമ്മതിക്കാൻ പറ്റാത്തത്. ഏത് കാര്യമാണെന്നറിയാമോ? ഈ കാര്യസ്ഥം വന്ന പ്രശ്നമായി. അവിടം വരെ നമുക്ക് പ്രയോജനം കർത്താവ് തന്നെയാണ്. പക്ഷേ ഇവിടെ കർത്താവ് മാത്രം ആ പ്രയോജനമെന്ന് നമ്മൾ അംഗീകരിച്ചു. അടുത്ത കാര്യം കർത്താവ് പറയുകയാണ്, പോകാഞ്ഞാൽ കാര്യസ്ഥൻ, ഞാൻ പോയാൽ അവനെ. അപ്പം ഞാൻ പോകാതിരുന്നാൽ വലിയ പ്രയോജനമൊന്നും ഇല്ല. എന്താ കാര്യമൊന്നും പറയുകയാണ്, ഞാൻ പോയാൽ അവനെ അയക്കും. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം. കാരണം നമ്മൾ അങ്ങനെ ഒരു അബദ്ധം, പിതാവ് പുത്രൻ ഈ പരിശുദ്ധാത്മാവിനെ 3-ാം സ്ഥാനത്താണ് നമ്മളിട്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ തകരാറ്. പരിശുദ്ധാത്മാവിന് 3-ാം സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന് 3-ാം സ്ഥാനമെന്ന് പറയുമ്പോൾ നമ്മുടെ സഭകളിലും വ്യക്തികളിലും ഒന്നും പരിശുദ്ധാത്മാവിന് വലിയ പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെ അഭിഷേകമില്ലാത്ത വിശ്വാസികളാൽ നമ്മുടെ പെന്തക്കോസ്ത് സഭകൾ നിറഞ്ഞുകൊണ്ടിരിക്കുക. മറ്റ് പരിശുദ്ധാത്മാഭിഷേകമില്ലാത്ത സഭകളുണ്ട്, അത് അംഗീകരിക്കാത്ത സഭകളുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇത് നാളെ യൂട്യൂബിൽ കയറുമ്പോൾ പിന്നെ അതിൻ്റെ അടിയിൽ പിന്നെ നിങ്ങൾ തന്നെ കമൻറ്റ് വഴിയിലൂടെ വന്ന് നിങ്ങളെ ചെവി വായിക്കാൻ പോലും പറ്റാത്തത് പറയും. അതുകൊണ്ട് ഞാൻ അവിടെ ചില സഭകളുണ്ട്. ആ സഭകളിലേക്ക് നമ്മൾ ഇന്ന് 2 അന്യഭാഷ പറഞ്ഞു നോക്കാം. ഒന്ന് പറഞ്ഞാൽ അവർ പറയും, ഇനി ഇവിടെ പറ്റത്തില്ല കേട്ടോ. പിറ്റേ ആഴ്ചയിൽ നമ്മൾ എന്ന് പറഞ്ഞു 3 തവണ പറഞ്ഞു, 4 ആഴ്ചയായിട്ട് ഇത് തന്നെ പറഞ്ഞാൽ നമ്മൾ പറയും ഇവിടെ വരരുത്, അപ്പുറത്ത് PMGയുടെ ചർച്ചുണ്ട്, അവിടെ ഇത് നടക്കുകയുള്ളൂ, ഇവിടെ ഇത് വേണ്ട. പക്ഷെ നമ്മളോ ഇല്ലാത്തതിനെല്ലാം ഇരുത്തിയിരിക്കുക. എന്നാൽ ഇരിക്കുന്ന നിനക്കൊരു നാണം വേണ്ടേ? എന്തോ പിടികിട്ടി? അതാ പറഞ്ഞു തരുന്നത്. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുഭവം ഉണ്ടാവണം. ആ അനുഭവം പരിശുദ്ധാത്മാവില്ല. ഇതെന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ വെളിപ്പാടില്ലാത്ത? കർത്താവിനെ നമ്മൾ അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിലൂടെ വെളിപ്പെട്ട ദൈവമഹത്വത്തെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി, പിതാവിനെ വെളിപ്പെടുത്തി. കർത്താവിനെ ഇവിടെ പരിശുദ്ധാത്മാവും വെളിപ്പെടുത്തി. പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്താൻ ആരുമില്ലാത്തതുകൊണ്ട് നാട്ടുകാർ നമ്മളും എല്ലാം കയറി വെളിപ്പെടുത്തിയപ്പം തോന്നിയതുപോലെ ആയിപ്പോയി. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരിശുദ്ധാത്മാവെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പല നിലകളിൽ അബദ്ധധാരണയാണ്. 3-ാം സ്ഥാനമാണ് അതിൻ്റെ 1-ാമത്തെ കാരണം. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ചില സഭാവിഭാഗങ്ങൾ പറയുന്നത് പ്രവർത്തന നിരതമായ ശക്തിയെന്ന്. അത് ശബദുകാരുടെ ഒരു പ്രധാന ഇതെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് പ്രവർത്തന നിരതമായ ശക്തി, ഒരു ശക്തി മാത്രമാണ്, അത് കൾട്ടാണ്. അപ്പോൾ നമ്മുടെ ചിലരും ഞങ്ങൾ കൾട്ടൊന്നുമല്ല, പക്ഷെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ശക്തിയാണ്. ഞങ്ങൾ പക്ഷേ വിശ്വാസത്തിലാണ്. ഓർക്കണം, അറിവില്ലായ്മ കൊണ്ട് അബദ്ധത്തിൽ കിടക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചിലത് കരുതിയിരിക്കുന്ന കരണ്ട് പോലെ, കാറ്റുപോലെ, തീ പോലെ, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ അവർ അനങ്ങത്ത് പോലും ഇല്ല. തിരുവനന്തപുരത്തിന് എത്രയോ സഭകളുണ്ട്. ചിലയിടത്തൊക്കെ നമ്മളൊന്ന് പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് അവർ അനങ്ങുകയല്ല, പരിശുദ്ധാത്മാവ് വന്നെന്ന് അവർ മറിച്ച് നമ്മളൊരു പ്രത്യേക ആംഗിളിൽ ഫയർ പറയണം. അതൊരു പ്രത്യേക ടോണുണ്ട് അതിന്. നമ്മൾ പറഞ്ഞാൽ ഒക്കുമെന്ന് അറിയത്തില്ല. അത് അവർ പറയണം. ഫയറൊക്കെ പറഞ്ഞ് ഫയർ, പിന്നെ കസേര ഒരു 10-20 ഒടിയും ഉറപ്പ്. കാരണം അവർക്ക് പരിശുദ്ധാത്മാവെന്ന് കേൾക്കുമ്പോൾ ഫയറേ വരൂ. വേറെ ചിലയിടത്ത് ചെന്നാൽ നമ്മൾ ഈ പ്രസംഗത്തിൽ ഒരു പ്രത്യേക സ്റ്റൈൽ ഊതണം. ഈ പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാപിച്ചോ,
അപ്പോഴേ വീഴും. കാരണം അവർ കരുതിയിരിക്കുന്നത് പരിശുദ്ധാത്മ ഒരു കാറ്റാണ്. വേറെ ചിലടത്ത് ചെന്ന് കഴിഞ്ഞാൽ വെള്ളമായിട്ടാണ് അവർക്ക് കരുതിയിരിക്കുന്നത്. അതവരിങ്ങനെ വെള്ളം കുടിക്കുന്ന പോലെ. അതിന് ചിലർ കുപ്പിയിൽ എണ്ണയും കൊണ്ടൊക്കെ പോകുന്നവരുണ്ട്. എണ്ണയായിട്ട് പരിശുദ്ധാത്മാവ് പിന്നെ അതെല്ലാവർക്കും കുടിക്കാൻ കൊടുക്കും. ഒരു വിവിധമായ രീതിയിലാണ്. ഇതിൻ്റെ എല്ലാം കാരണം പരിശുദ്ധാത്മാവിനെക്കുറിച്ചൊരു വെളിപ്പാടില്ല. പരിശുദ്ധാത്മാവ് ആരാണ്? അപ്പോൾ നമ്മളിന്ന് പരിശുദ്ധാത്മാവിനെ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ 3-ാം സ്ഥാനത്തു നിന്നൊന്ന് എടുക്കണം. കർത്താവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, ഞാനും പിതാവും എന്നെ കണ്ടവൻ പിതാവിനെ. അപ്പം മഹാദൈവം എന്ന് പറഞ്ഞതോടുകൂടി ഒരു കാര്യം ഉറപ്പിച്ചു, പിതാവും പുത്രനും ഒരേ തസ്തികയാണ്. ഇനി അടുത്ത ആൾ പരിശുദ്ധാത്മാവ 3-ാം സ്ഥാനത്ത് കിടക്കുന്നിടത്ത് നമുക്കൊന്ന് എടുത്തുകൊണ്ട് വരാം. ആളെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി വായിക്കേണ്ടത് ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 14-16 വാക്യം ഒന്ന് വായിക്കണം. യോഹന്നാൻ 14:16. യോഹന്നാൻ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. മറ്റൊരു കാര്യസ്ഥൻ. അവിടെ ശ്രദ്ധിച്ചോണേ, ആ വാക്ക് കണ്ടോ, മറ്റൊരു കാര്യസ്ഥൻ. അപ്പോൾ ഈ മറ്റൊരു കാര്യസ്ഥൻ എന്ന വാക്ക് നിങ്ങളൊന്ന് ഗ്രഹിക്കണം. മറ്റൊരു കാര്യസ്ഥൻ. അവിടെ മറ്റൊരു അനദർ കംഫർട്ടർ. അപ്പോൾ മറ്റൊരു കാര്യസ്ഥൻ എന്ന വാക്ക് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്താ ഗ്രഹിക്കുക? മറ്റൊരു അനീഷ് പാസ്റ്റർ. ഇതിൽ പല എക്സാമ്പിൾ കിട്ടാനില്ലെന്ന് തോന്നുന്നു. മറ്റൊരു അനീഷ് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമുണ്ട്? രൂപം കൊണ്ടും നിപ്പ് കൊണ്ടും നടപ്പ് കൊണ്ടും ആശയം കൊണ്ടും പ്രസംഗം കൊണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട്. മറ്റൊരു അനീഷ് പാസ്റ്റർ. അപ്പോൾ ഈ മറ്റൊരു അനീഷ് പാസ്റ്റർ എന്ന് വരുമ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പേരുകൊണ്ട് സാമ്യമുണ്ട്. അതല്ല ഇവിടെ ഉപയോഗിച്ചത്. അനദർ എന്ന പദം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഗ്രീക്കിൽ ആലോസ് പാരാക്ലീറ്റസ് എന്നാണ്. ആലോസ് പാരാക്ലീറ്റസ്. ആലോസ് എന്ന പദം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു എന്ന അനദർ എന്ന പദമല്ല, സൈമാസ്. ആരാണോ പാരാക്ലീറ്റസ്, ഒരു മാറ്റവും ഇല്ലാത്ത മറ്റൊരാൾ. അപ്പോൾ ഇവിടെയാ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പാരാക്ലീറ്റസ് ആരാ? അപ്പം മറ്റൊരു പാരാക്ലീറ്റസ് ആരാ? അതാ ഇപ്പോഴാണ് നിങ്ങൾക്ക് തെറ്റിയത്. മറ്റൊരു പാരാക്ലീറ്റസ് എന്നാണ് ഇവിടെ എഴുതിയത്. അപ്പോൾ ഒറിജിനൽ പാരാക്ലീറ്റസ് ആരാ? നിങ്ങൾ ആദ്യം കയറണ്ട. 1 യോഹന്നാൻ 2:1 എടുത്ത് പെട്ടെന്ന് വായിച്ചോളൂ. 1 യോഹന്നാൻ 2:1. 1 യോഹന്നാൻ 2:1. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതെ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ, നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. ആരാ ഉള്ളത്? അപ്പോൾ കാര്യസ്ഥൻ ആരാണ്? അവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം, യേശുക്രിസ്തു. കണ്ടോ എങ്ങനെ? യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ എന്ന പദവാക്ക് വരും. യേശുക്രിസ്തു, ഓരോ വാക്കിനും അർത്ഥമുണ്ട്. യേശുക്രിസ്തു എന്ന വാക്ക് നമ്മൾ വായിക്കുമ്പം, വേദപുസ്തകം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ചില വാക്കുകൾക്കൊക്കെ തീവ്രമായ അർത്ഥമുണ്ട്. അതിന് കർത്താവിന് ഉപയോഗിച്ച യേശു എന്ന വാക്കുണ്ട്, ക്രിസ്തുവുണ്ട്, യേശു ക്രിസ്തുവുണ്ട്, ക്രിസ്തു യേശുവുണ്ട്. 4 ഒറ്റ അർത്ഥമാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം പോരെ സ്പേസ് കുറയ്ക്കാൻ? ഈ 4 വാക്കുകൾ 4 ആശയങ്ങളാണ്. 4 ആശയങ്ങൾ നമ്മിലേക്ക് കൺവേ ചെയ്യുക. അപ്പോൾ ഒന്ന്, യേശു എന്ന് എഴുതിയിരിക്കുന്നിടത്തെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് വേഷത്തിൽ മനുഷ്യനായി വന്ന കർത്താവിനെ വെളിപ്പെടുത്തുന്ന വാക്കാണ് യേശു. അപ്പോൾ ഇനി അടുത്തത് ക്രിസ്റ്റോസ്. ക്രിസ്തു എന്ന് പറയുമ്പം യേശു ക്രിസ്തുവിൻ്റെ നമ്മുടെ കർത്താവിൻ്റെ ദൈവത്വത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ വസിക്കുന്ന മഹാദൈവത്തെ ക്രിസ്തു എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ, ഇനി യേശു ക്രിസ്തു എന്ന വാക്ക് വരുമ്പോൾ ആ വാക്കിൻ്റെ റൂട്ട് എങ്ങനെയാണെന്നറിയാമോ? വേഷത്തിൽ മനുഷ്യനായി വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ കയറിപ്പോയി അവിടെ വസിക്കുന്ന നിത്യനായ ദൈവം. അപ്പോൾ അത്രയും യേശു ക്രിസ്തുവിൻ്റെ സ്വർഗത്തിൽ, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലെത്തിയ കർത്താവിൻ്റെ ആ പദവിയെ വർണ്ണിക്കുന്ന വാക്കാണ് യേശു ക്രിസ്തു. ഇനി ക്രിസ്തുവേശുവോ
നിത്യനായ പുരാതനനായ മഹാദൈവം ദൈവത്വം വെടിഞ്ഞ് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ടു എനിക്ക് വേണ്ടി. ഇത്രയും പറയുന്നതാണ് ക്രിസ്തുയേശു. ആ വാക്കുകളുടെ ആന്തരം കണ്ടോ? ഇനി നിങ്ങൾ ഈ വാക്ക് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഇവിടെ ശ്രദ്ധിച്ചോ, നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ. ഇംഗ്ലീഷ് വായിക്കുന്ന ചിലർക്ക് ഈ വാക്ക് കാണാൻ കഴിയില്ല. കംഫർട്ടർ അല്ല, അവിടെ കാണുന്ന അഡ്വക്കേറ്റ് എന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രീക്കിൽ കാര്യസ്ഥൻ, പാരാക്ലീറ്റസ് എന്ന വാക്ക് അവിടെ വരികയാണ്. ഈ പാരാക്ലീറ്റസ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് അഡ്വക്കേറ്റ്, ബോസ്, അഡ്വൈസർ, കൗൺസിലർ, ഹെൽപ്പർ, കംഫർട്ടർ. ഈ വാക്കുകളെല്ലാം അതിൻ്റെ അർത്ഥമായി നിലകൊള്ളുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യഥാർത്ഥ കാര്യസ്ഥൻ ആരാണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവാണ്. ഇപ്പോൾ എവിടെ ഉള്ളത്? സ്വർഗത്തിൽ. സ്വർഗത്തിൽ ഇപ്പോൾ കർത്താവിൻ്റെ പൊസിഷൻ എന്താണ്? പൊസിഷൻ എന്താണ്? കാര്യസ്ഥൻ. കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വാക്കൂടെ കടത്തി പറയണം. ഇവിടെ വന്നത് വേഷത്തിൽ, സ്വർഗത്തിലോ ദൈവം, മഹാദൈവം. മഹാദൈവം എൻ്റെ കാര്യസ്ഥനാണ്. അതിൻ്റെ അർത്ഥം ഞാനിവിടെ ആരോഗ്യമില്ലാത്ത ഒരാളല്ല. എൻ്റെ കാര്യസ്ഥൻ, എൻ്റെ അഡ്വൈസർ, എൻ്റെ കൗൺസിലർ, എൻ്റെ ബോസ്, എൻ്റെ കംഫർട്ടർ, എൻ്റെ ഹെൽപ്പർ, എൻ്റെ ഗൈഡ്, ഇതെല്ലാം എൻ്റെ കർത്താവാണ്. സ്വർഗത്തിൽ അവൻ എൻ്റെ കാര്യസ്ഥൻ. അതിൻ്റെ അർത്ഥം സ്വർഗത്തിൽ മഹാദൈവമായ എൻ്റെ കാര്യസ്ഥൻ എൻ്റെ കർത്താവാണ്. അങ്ങനെങ്കിൽ കർത്താവ് പറയുന്ന ആ വാക്ക് കണ്ടോ, മറ്റൊരു കാര്യസ്ഥൻ. അതിൻ്റെ അർത്ഥം ഞാൻ സ്വർഗത്തിൽ എങ്ങനെയാണോ. ഇപ്പം മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ പാരാക്ലീറ്റസ് ആരാണ്? ഒറിജിനലി ഒരു മാറ്റവും ഇല്ല. പുള്ളിയുടെ അതേ നിപ്പ്, അതേ നടപ്പ്, അതേ നോട്ടം, അതേ ശക്തി, അതേ അധികാരം, അതേ വാക്ക്, അതേ പ്രവൃത്തി. എന്ത് പിടികിട്ടി? പരിശുദ്ധാത്മാവ് നമ്മൾ പറയുന്ന പോലെ ഒരാളാണോ എന്ന് ചോദിച്ചാൽ തിരുത്തേണ്ടി വരുന്നു. എന്താ കാര്യം? ഈ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ എങ്ങനാണോ അങ്ങനെയാ. ഞാൻ സ്വർഗത്തിൽ എങ്ങനാണോ, അതിൻ്റെ അർത്ഥം ഞാൻ സ്വർഗത്തിൽ എത്രത്തോളം ദൈവമാണോ അത്രത്തോളം ദൈവമാണ് മറ്റൊരു കാര്യസ്ഥൻ. ഞാൻ സ്വർഗത്തിൽ എത്രത്തോളം നിത്യനാണോ അത്രത്തോളം നിത്യനാ മറ്റൊരു കാര്യസ്ഥൻ. ഞാൻ സ്വർഗത്തിൽ എത്രത്തോളം അധികാരമുണ്ടോ അത്രത്തോളം അധികാരമുള്ള ആളാണ് മറ്റൊരു കാര്യസ്ഥൻ. ഞാൻ സ്വർഗത്തിൽ എത്രത്തോളം അഭിഷേകമുണ്ടോ, എത്രത്തോളം അധികാരമുണ്ടോ, എത്രത്തോളം പ്രവൃത്തിയുണ്ടോ അത്രത്തോളം തന്നെ. ഒരു മാറ്റവുമില്ല. ഹല്ലേലൂയ. ഞാനിനി ആ വാക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ഇന്ന് നമ്മുടെ അകത്ത് കയറേണ്ട വെളിപ്പാട് സ്വർഗത്തിൽ കർത്താവ് എങ്ങനെയാണോ. അപ്പോൾ വീണ്ടും ഒരു സംശയം. 16:7 വാക്യം, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. അതിൻ്റെ അർത്ഥം കർത്താവ് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വീണ്ടും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ വന്നത് നിങ്ങൾക്ക് പ്രയോജനം, പോകുന്നത് ഇതിനെക്കാട്ടി പ്രയോജനം. കാരണം പോകാഞ്ഞാൽ ആരും വരില്ല. അപ്പോൾ എന്നേക്കാൾ നല്ലത് ആരാണ്? കാര്യസ്ഥൻ. അപ്പോൾ വീണ്ടും ഒരു സംശയം, ഇവർ തമ്മിൽ ഏറ്റക്കുറച്ചിലുണ്ടോ? പക്ഷേ ഈ വാക്ക് പറയുമ്പോഴോ എന്നേക്കാൾ നല്ലത് ആരാണ്? ഞാൻ പോകാഞ്ഞാൽ ആരും വരില്ല. ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക്. ഞാൻ പോകാതിരുന്നാൽ ആരും വരില്ല. അപ്പം ഞാൻ പോകുന്ന പ്രയോജനമെങ്കിൽ പോയാൽ ആര് വരും? അപ്പോൾ അതല്ലേ പ്രയോജനം. അപ്പോൾ എന്നേക്കാൾ നല്ലതാരാണ്? അപ്പോൾ അതിൻ്റെ സംശയത്തെ ഞാൻ നിവാരണം നടത്താം. ഇവിടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് വേഷത്തിൽ എന്തിനു വേണ്ടി? മരിക്കാൻ വേണ്ടി. എന്നാൽ സ്വർഗത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നതോ മഹാദൈവമായിട്ട്. ഭൂമിയിലേക്ക് വന്നത് മരിക്കാൻ, മനുഷ്യനായിട്ടാണ്. ഞാൻ മനുഷ്യനായി വന്ന സ്ഥലത്ത് മനുഷ്യനായിട്ടല്ല പരിശുദ്ധാത്മാവ് വരുന്നത്. ഞാൻ സ്വർഗത്തിൽ എങ്ങനാണോ അങ്ങനെ വരുന്നത്. ഞാൻ സ്വർഗത്തിൽ മഹാദൈവമാണ്. ഞാൻ ഇവിടെ വന്നത് വേഷത്തിൽ. അതുകൊണ്ടാണ് എന്നെ അടിക്കാൻ പറ്റിയത്, എന്നെ തുപ്പാൻ പറ്റിയത്, എന്നെ പിടിക്കാൻ പറ്റിയത്, എന്നെ കയറുകൊണ്ട് കെട്ടാൻ പറ്റിയത്, എനിക്ക് വിശന്നത്, എനിക്ക് ദാഹിച്ചത്. കാരണം ഞാൻ വന്നത് വേഷത്തിൽ മനുഷ്യനായി മരിക്കാൻ. ഞാൻ മനുഷ്യനായി വന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവ് വരുന്നത് മനുഷ്യനായിട്ടല്ല. ഞാൻ സ്വർഗത്തിൽ എങ്ങനെയാണോ അങ്ങനെ വരുന്നത്. നിത്യനായി, പുരാതനനായി, സർവശക്തനായി, സർവജ്ഞാനിയായി, സർവാധികാരിയായി.
ആ വെളിപ്പാടകത്ത് കയറി വേണം ആരാധിക്കാൻ. ഇന്ന് പകൽ ഓരോ ദൈവമക്കളുടെ അകത്തും ആ വെളിപ്പാട് കയറട്ടെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വന്നത് മനുഷ്യനായിട്ടല്ല, ദൈവമായി. ഇന്ന് പകൽ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കട്ടെ. വ്യക്തികളിൽ ഒരു വലിയ മാറ്റമുണ്ടാകട്ടെ. ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാകട്ടെ. കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാകട്ടെ. ഇന്ന് പകൽ വലിയൊരു അഭിഷേകത്തിന്റെ പകർച്ച ഏറ്റെടുക്ക്. ദൈവകർമ്മ ഏറ്റെടുക്ക്. പരിശുദ്ധാത്മാവുമായ ഒരു ആത്മബന്ധം ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഓ, എത്രയും വലുതായി കരുതിക്കൊണ്ട് പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ വലിയ പകർച്ച വെളിപ്പെടട്ടെ. എന്ന് പകൽ ഇവിടുന്ന് വെറുതെ മടങ്ങിപ്പോകല്ലേ. പരിശുദ്ധാത്മാവേ, എന്നെ അഭിഷേകം ചെയ്യണേ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു വെളിപ്പാട് നമുക്ക് വേണം. ഞാൻ അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് വ്യക്തമായി വെളിപ്പെടുത്തി തരുന്ന ആ ആഴമായ ചിന്ത ദൈവമക്കളുടെ അകത്തോട്ട് കയറണം. ഞാൻ വന്നത് വേഷത്തിൽ മരിക്കാനാ. പരിശുദ്ധാത്മാവ് വരുന്നത് അതാ. ഇനി ഞാനൊന്നുകൂടെ പറയാം. ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ. പരിശുദ്ധാത്മാവ് വരുന്നത് നിങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകാനാ. പിടികിട്ടുന്നുണ്ടോ? എന്നെ അടിക്കാനും തുപ്പാനും ഒക്കെ പറ്റി. വരുന്നത് മഹാദൈവമായിട്ടായതുകൊണ്ട് അവനെ കാണാനും പറ്റത്തില്ല, തൊടാനും പറ്റത്തില്ല, അടിക്കാനും പറ്റത്തില്ല. കാരണം വരുന്നത് നിത്യനായിട്ടാണ്. ദൈവമാത്മാവാകുന്നു. ആത്മാവാം ദൈവം ആത്മാവായി ഇറങ്ങി വരിക. ആത്മാവാം ദൈവവുമായി ഒരു ബന്ധം ഇന്ന് പകൽ നിനക്കുണ്ടാകണം. അതിനുവേണ്ടിയാണ് നീ കരയേണ്ടത്. അതിനുവേണ്ടിയാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നിന്റെ അന്തരാത്മാവിൽ ഒരുക്കമുണ്ടാകേണ്ടത്. ഈ പകൽ അങ്ങനെ ഒരു ബന്ധമുണ്ടാകട്ടെ. അങ്ങനെ ഒരു ആത്മബന്ധത്തിന് കരയാൻ കഴിയുമോ? ഓ, ഷാറബൽ ബറാധനാദി ചുഖാറബാല ശന്ധാരാദി. നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി 2-3 വാക്യങ്ങൾ കൊണ്ട് ഞാൻ ഒന്നുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ ആ ദൈവത്വത്തെ ഒന്ന് പ്രൂവ് ചെയ്യാം. അപ്പോഴേക്കും നിങ്ങൾക്ക് ഇത്തിലൂടെ കരയാനൊക്കെ തോന്നും. കാരണം ഇല്ലാത്തവർക്ക്, ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്ത കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും ഒക്കെ ഒരു വിങ്ങലുണ്ടാവും. കാരണം ആളെ മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഏറ്റവും ഒരു ഫസ്റ്റ് പ്രയോറിറ്റിയിലേക്ക് പരിശുദ്ധാത്മാവ് വരും. 2 പെട്ടെന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5:3, 5:4, 5:9. ആക്ട്സ് chapter 5 verse 3, 4 and 9. അപ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും. അപ്പൊ ഇവിടെ ഈ വ്യാജം കാണിച്ചത് പരിശുദ്ധാത്മാവിനോടാണ്. 4-ാം വാക്യത്തിൽ വായിക്കുന്നത് വ്യാജം കാണിപ്പാനും. 4-ാം വാക്യം വായിച്ചു. 5:4. അത് വിൽക്കും മുമ്പേ നിന്റേതല്ലായിരുന്നല്ലോ. വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലായിരുന്നു. ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? അടുത്തത് മനുഷ്യരോടല്ല ദൈവത്തോട് അത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ആത്മാവിനോട് വ്യാജമെന്ന് 3-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് 4-ൽ ഇത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. മനുഷ്യനോടല്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാണ്? ഉറക്കെ പറഞ്ഞേ. ഈ ദൈവത്തെ നമ്മൾ എന്താക്കി വെച്ചിരിക്കുന്നതെന്ന് പറയട്ടെ. ഈ ദൈവത്തെ പലയിടത്തും പലരും പ്രാവാക്കി വെച്ചിട്ട് ഇവിടെ ഉള്ളു കാണാഞ്ഞ്. ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ വലിയ ഫുൾ നീലയാണ്. സ്റ്റേജ് ഫുൾ നീല. മേഘമുണ്ട്. മേഘത്തിൽ അവിടെ ഒരു പ്രാവ് ചുണ്ടിൽ ഗ്ലോറിയും കൊണ്ട് ഇങ്ങനെ പറന്നു വരുന്നു. അപ്പുറത്തൊരു പ്രാവുണ്ട്, അത് ഇലയും കൊണ്ട് വരുന്നു. നടുക്കൊരു പ്രാവുണ്ട്, ഗ്ലോബിലേക്ക് ഗ്ലോറി പകരുന്നു. വേറൊരു പ്രാവ് ഇവിടെയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ബൈബിളിൽ നിന്ന് പറക്കുന്ന പ്രാവ്. നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് വിഗ്രഹമൊന്നുമില്ല,
ഞങ്ങൾക്ക് വിഗ്രഹമൊന്നുമില്ല. വിഗ്രഹത്തെ ആരാധിക്കുന്നവരെ അടച്ചാക്ഷേപിക്കുകയും ചെയ്യും. നിങ്ങളൊക്കെ എന്ത് വിഗ്രഹത്തെ? അത് ഈ പുറപ്പാട് 20 വായിക്കുന്നത് യാതൊന്നിൻ്റെയും രൂപം കാണിക്കരുത്, വഷളത്തെ കാണിക്കരുത്. അപ്പോൾ ഈ രൂപം എന്ന് പറയും ഇമേജസ് എന്നല്ലേ? അപ്പോൾ അന്നേരം ഈ പ്രാവൊക്കെ അതിൽപ്പെടുന്നതല്ലേ? ഈ വെളിപ്പാടില്ലാത്ത പെന്തക്കോസ്തുകാർ ഒരുപാടുണ്ടല്ലോ. എന്നിട്ട് എന്ത് നടന്നാലും കൊക്കും ചുണ്ടുമുള്ള പ്രാവ്, അതും പ്രാവിൻ്റെ കളർ എത്രയാ? വെള്ള. ചാരക്കളർ പ്രാവിനെ കൊള്ളില്ലേ? ആരും വെക്കത്തുമില്ല അതിനെ. തൊപ്പിപ്രാവിനെ വെക്കത്തുമില്ല. ഇതാർക്കാ പറഞ്ഞു കൊടുത്ത് വെള്ളപ്രാവണം? അപ്പോൾ കറുത്ത പ്രാവിനെ കൊള്ളില്ലേ? എന്നെപ്പോലെ ഇരിക്കുന്ന ഒരു പ്രാവിനെ എന്നാ വരയ്ക്കാത്ത? വരയ്ക്കുകയില്ല. ഇവിടെ വരുമ്പോഴല്ലേ സ്നാപകൻ കണ്ടു. അത് ന്യായപ്രമാണത്തിൻ്റെ അവസാന കണ്ണി. അടുത്ത പദം എഴുതിയിട്ടുണ്ട്, അതുവരെയും പരിശുദ്ധാത്മാവ് ഭൂമിയിലോട്ട് വന്നിട്ടില്ല. അപ്പം അങ്ങനെ വരാന്നതിനെ കണ്ടപ്പോൾ പുള്ളിക്ക് അങ്ങ് തോന്നിയതാ പ്രാവ്. പിന്നെ അപ്പോസ്തലന്മാർ ഒരിടത്തും പ്രാവ് പോലെ കണ്ടിട്ടുമില്ല. വേറെ ഒരിടത്തും പ്രാവ് പോലെ ആരും കണ്ടിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ പെന്തക്കോസ്ത് മാളിക മുറി വന്നപ്പോഴും പ്രാവ് പോലെ വരണ്ടേ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഭർത്താവ് താണ്ട പുറത്തോട്ട് ഇരുട്ടത്ത് പോയി, നല്ല കൊറ്റിരുട്ട്, വെട്ടവും വെളിച്ചവും ഇല്ലാത്ത സമയത്ത് പുറത്തോട്ട് പോയി. അത് കണ്ടില്ല ഭാര്യ. അങ്ങനെ ജനലിൽ കൂടെ നോക്കിയിരിക്കുമ്പോൾ ചെടിയുടെ ഇടയിൽ വാഴ പോലെ തോന്നി. മക്കളെ വിളിച്ചു ചോദിച്ചു, മക്കളെ ഇത് വാഴയല്ലേ? അപ്പോൾ മക്കൾ പറഞ്ഞു, വാഴയല്ല മമ്മി, ചെടിയുടെ ഇടയ്ക്ക് എന്തോ വാഴ മുക്കാൻ. നമ്മൾ വാഴ വെച്ചില്ല. പെട്ടെന്ന് കറണ്ട് വന്നപ്പം പ്രിയപ്പെട്ട ഭർത്താവ് ഫോൺ ചെയ്യുമായിരുന്നു. അപ്പോഴേ നോക്കിയത് കണ്ടതും ഇരുട്ടത്ത് വാഴ പോലെ. കയറി വരുമ്പോൾ വാഴയെന്ന് വിളിക്കുമോ? ഇരുട്ടത്ത് കണ്ടെന്നും പറഞ്ഞ് കൃത്യമായ വെളിച്ചത്തിൽ ആൾ വരുമ്പം മക്കളോട് പറയുക, ദേ മക്കളെ വാഴ വന്നു. കുടുംബകലഹത്തിന് അത് പോരായോ? പിള്ളേർ കയറി മനുഷ്യനെ കയറി വാഴരാടി എന്ന് വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? അതോടുകൂടി പിള്ളേരുടെ കാര്യത്തിൽ തീരുമാനമാകും. ഇവിടെ നമ്മൾ കിടന്ന് പ്രാവേന്ന് വിളിക്കുമ്പം എന്ത് ദുഃഖമോ പുള്ളിക്ക് ഉണ്ടാകുന്നതെന്നറിയാമോ? എൻ്റെ മക്കൾക്ക് ഇതുവരെ ബോധം വെച്ചില്ല. യോഹന്നാൻ അവിടെങ്ങാണ്ട് കിടന്ന് പറഞ്ഞെന്നും പറഞ്ഞ് ഇപ്പോഴും ഞാൻ പ്രാവ് പോലെ ചെല്ലാൻ. എല്ലാവരും ഉണ്ടോ? പിണങ്ങിയോ? അയ്യോ, ഞാൻ ഇതിന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിൻ്റെ കാര്യം, നമ്മളൊരാളെ മനസ്സിലാക്കുക. നമ്മൾ ദൈവത്തെ മറ്റൊന്നിനോടും എന്ത് ചെയ്യരുത്. വെളിപ്പാടിൽ കർത്താവിനെ വിളിക്കുന്നത് കുഞ്ഞാടേ നീ അർക്കപ്പെട്ടു. ഒരു പടവലും കുഞ്ഞാടിൻ്റെ ഉണ്ടോ ഇവിടെ? അതെന്താ വെക്കാത്തതിൻ്റെ കാര്യം നമുക്കറിയാം. കർത്താവിനെ കുറിച്ചൊരു വെളിപ്പാട് കിട്ടി. അപ്പം നമുക്കറിയാം അത് സിംബോളിക്കലാണ്. എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ കർത്താവ് കുഞ്ഞാടല്ല. എന്നാൽ പരിശുദ്ധാത്മാവിൽ പ്രാവ് വരച്ച് വെച്ചതിൻ്റെ കാര്യം നമുക്ക് ഈ വെളിപ്പാടില്ല. ആ ബോധം ഇതുവരെ കിട്ടാത്ത കൊണ്ട് നമുക്ക് തോന്നുന്നത് പോലെ പറയുക. ഇപ്പോഴും ഫയറാകുന്നവരുണ്ട്. പിണങ്ങിയോ? പിണങ്ങരുത്. ഫയറ്, കാറ്റ്, തീ, എണ്ണ, മഴ, പ്രാവ്, ഈ പേരിൽ അറിയുന്ന ആള്. ഇതെല്ലാം പ്രകൃതിയുടെ ശക്തികളാണ്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ശക്തി ചോദിച്ചാൽ കാറ്റും തീയും എണ്ണയും മഴയും പ്രാവും എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ അതിൽ നിന്ന് ഇത്തിരി ഉയർന്ന നിലയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നമ്മൾ ഈ ഭൂമിയിലുള്ളതിൻ്റെ വലുത് പിടിക്കാതെ മേളോട്ട് നോക്കിക്കേ. ദൈവ സൃഷ്ടാവല്ലേ? ഭൂമിയുടെ സൃഷ്ടാവിനെ നീ ഈ കാറ്റും തീയും മഴയുമൊക്കെ ഒതുക്കുമ്പോൾ പിശാച് പറയുന്നത് എന്നാണെന്നറിയാമോ? അത് തന്നെ പറഞ്ഞാൽ മതി. കാരണം തീയെ എനിക്ക് ഉപയോഗിക്കാം. ഇയ്യോബിൽ പിശാച് അയച്ച തീ വീണില്ലേ? പിശാച് അയച്ച കാറ്റ് വന്നില്ലേ? സാത്താൻ ഇതിനെയെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് ഇന്നിൻ്റെ ആത്മീകൻ ഇത് പ്രാർത്ഥിക്കുമ്പം പിശാച് പ്രോത്സാഹിപ്പിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ അത്ഭുതം നടക്കാത്തത്, ദൈവപ്രവൃത്തി വെളിപ്പെടാത്തത്. പരിശുദ്ധാത്മാവിന് സ്പേസ് കൊടുക്കുന്നില്ല. നമ്മുടെ ഗതികേടതാ. നമ്മളും അറിയാതെ ഈ ഒഴുക്കിനനുസരിച്ച് പോകുന്നത് കൊണ്ട് കാറ്റും തീയും മഴ എണ്ണയെല്ലാം പിശാചിൻ്റെ ശക്തിക്ക് കീഴില്ല. എന്നാൽ അതിൻ്റെ മീതെ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു വെളിപ്പാടകത്ത് കയറണം. ആ വെളിപ്പാടാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ്. കണ്ടോ? ദൈവത്തെ മറ്റൊന്നിനോടും
ഓ റിബലറബദഗഡഗൽക്കന. പരിശുദ്ധാത്മാവാം ദൈവവുമായി ആഴമായ ബന്ധം ഈ പകൽ ഉണ്ടാകണം. അതില്ലെങ്കിൽ പ്രാർത്ഥിക്കണം. ഓ ചീസാറബല ശന്തേരി വൈഷിസ്കാരി ആൽബേരി ഹോരോതേരി ഹർബറഗഡഗജനാദി. പരിശുദ്ധാത്മാവാം ദൈവമേ, പരിശുദ്ധാത്മാവാം ദൈവമേ, എനിക്കിന്ന് അങ്ങയുടെ സാമീപ്യം വേണം, അങ്ങയുടെ സാന്നിധ്യം വേണം. അങ്ങ് എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണം. ഓ റിബിലി ഹൗറിയ സാധേരി. ഹല്ലേലൂയ. 9-ാം വാക്യത്തിൽ ആക്ട്സ് 5:9 പത്രോസ് അവളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ. മതി ആന്റി, പേരെന്താണ്? ഉറക്കെ പറ. പരിശുദ്ധന്റെ പേരെന്താ? കർത്താവാണോ വലുത്, കർത്താവിന്റെ ആത്മാവാണോ വലുത്? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കർത്താവും കർത്താവിന്റെ ആത്മാവും ഏറ്റക്കുറച്ചിലില്ല. ആ പൊസിഷൻ ക്ലിയർ ചെയ്യുന്ന വാക്ക് കണ്ടോ? പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ആത്മാവാണെങ്കിൽ കർത്താവിന് നീ കൊടുക്കുന്ന പ്രയോറിറ്റി പിടികിട്ടുന്നുണ്ടോ? എന്ന് നമ്മുടെ പ്രാർത്ഥനകളൊന്ന് മാറണം. കർത്താവുമായി ബന്ധമുണ്ടായിട്ടും ഇതുവരെ പരിശുദ്ധാത്മാഭിഷേകമില്ലാത്തവർ ഓർക്കണം, നീ രക്ഷിക്കപ്പെട്ടെന്ന് നിന്നോട് ആരായി പറഞ്ഞേ? സ്നാനക്കുളത്തിലൊക്കെ ഇറങ്ങി നീ സ്നാനപ്പെട്ടത് ദൈവം അംഗീകരിച്ച നിന്നോട് ആരാ പറഞ്ഞേ? എടാ, സ്നാനപ്പെട്ടത് ശരിയായിരുന്നെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് നിന്നെ നിറച്ചനെ. അത് നടന്നിട്ടില്ലെങ്കിൽ ഇന്ന് നീ കൂടുതൽ കരയേണ്ടത് പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണം, പരിശുദ്ധാത്മാവെ എനിക്ക് അങ്ങയുടെ കൃപ വേണം. ഇന്ന് ഈ ആരാധന തീരുന്നതിനുള്ളിൽ ഹോളി സ്പിരിറ്റും ഒരു എൻകൗണ്ടർ ഇന്ന് നടക്കണം. സ്തോത്രം. മത്തായിയുടെ റോമാലേഖനം 8:9 വാക്യം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ്. പേര് കേട്ടോ, ഒന്ന് ഉറക്കെ പറഞ്ഞേ. പരിശുദ്ധാത്മാവ് ആരാണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കണം ആരാണ്? ദൈവത്തിന്റെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും, ഭൂമി പാഴും ആഴത്തിന്മീതെ ദൈവത്തിന്റെ. അതിന്റെ അർത്ഥം ഈ പ്രപഞ്ച സൃഷ്ടി നടക്കുമ്പോൾ അതിന്റെ മുഖ്യ കാർമ്മികൻ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നീ ചെറുതാക്കി കളയരുത്. ഓ ജീസസ്. പ്രപഞ്ചത്തെ ഇങ്ങനെ ക്രമീകരിച്ചവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതം ക്രമീകരിക്കുകയല്ലേ, നിന്റെ ഭാവി ക്രമീകരിക്കുകയല്ലേ, നിന്റെ കുടുംബം ക്രമീകരിക്കത്തില്ലേ? ഓ, പ്രാർത്ഥിച്ചു തുടങ്ങ്. ഡിസോർഡറായ നിന്നെ, ഉടഞ്ഞുപോയ നിന്നെ, പാഴായ നിന്നെ, ശൂന്യമായ നിന്നെ പണിതെടുക്കാൻ പ്രാപ്തനായ ദൈവാത്മാവുമായി ഒരു എൻകൗണ്ടർ. പരിശുദ്ധാത്മാവേ, ഇന്ന് എനിക്ക് അങ്ങേ വേണം. അങ്ങില്ലാതെ പറ്റില്ല എനിക്ക്. അങ്ങയുടെ സാമീപ്യമില്ലാതെ പറ്റില്ല. അങ്ങയുടെ അഭിഷേകമില്ലാതെ. ചിലരെ ഇന്ന് പകൽ ദൈവാത്മാവ് നിറയ്ക്കുന്നുണ്ട്. ചില വ്യക്തികളെ ദൈവാത്മാവ് തൊടുന്നുണ്ട്. ചിലരുടെ ജീവിതഗതി മാറുക. ഓ റബബ, നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഓ, നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. ഇന്ന് പകൽ ചില നാവിന്റെ കെട്ടുകൾ അഴിയുക. ശപിക്കപ്പെട്ട ജന്മമെന്ന് പറഞ്ഞ് ചില ശാപത്തിന്റെ വാക്കുകെട്ട് തകർന്നു നിന്നെ ദൈവത്തിന്റെ ആത്മാവ് ബിൽഡ് ചെയ്യുക, റീബിൽഡ് ചെയ്യുക. നിന്റെ ഭാവിയെ പണിയാൻ പ്രാപ്തനായവൻ. ഓ, ഒരു വലിയ ദൈവപ്രവർത്തി നടക്കുന്നു. ചില യൗവനക്കാരെ പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ട്. ചില യൗവനക്കാരെ നോക്കി പലരും പറഞ്ഞത് ഇതിനപ്പുറം എത്തത്തില്ല, ഇതോടുകൂടി അവസാനിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവ് ഈ പകൽ പറയുന്നത്, ഞാൻ നിന്നെ റീബിൽഡ് ചെയ്യുക. ഏറ്റെടുത്തോ, അഭിഷേകം ഏറ്റെടുത്തു. ചില ചോദ്യങ്ങളുടെ മറുപടി ദൈവം തരിക. ഏറ്റെടുക്ക, അഭിഷേകം ഏറ്റെടുക്ക. അസാധ്യമെന്ന് കരുതിയത് ദൈവാത്മാവ് സാധ്യമാക്കുക.
അസാധ്യമെന്ന് കരുതിയത് ദൈവാത്മാവ് സാധ്യമാക്കുക. Praise the Lord. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ്. അതേ വാക്യം വീണ്ടും ഒന്ന് വായിച്ചു ആൻറ്റി. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ജഡസ്വഭാവമുള്ളവരല്ല, ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരല്ല. അടുത്തത്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ആരാ? അവനുള്ളവനല്ല. പരിശുദ്ധാത്മാവിന്റെ അടുത്ത പേര് കണ്ടോ? എന്താണ്? ക്രിസ്തുവിന്റെ ആത്മാവ്. ക്രിസ്തുവിന്റെ ആത്മാവെന്ന് പറയണമെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പിലും നമ്മുടെ രക്ഷണീയ പദ്ധതിയിലുമുള്ള പരിശുദ്ധാത്മാവിന്റെ പൊസിഷൻ വെളിപ്പെടുത്തുക. ക്രിസ്തുവിന് എത്ര പ്രയോറിറ്റി ഉണ്ടോ അതേ പ്രയോറിറ്റി. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ നമ്മളിനിയും ചിന്തിച്ചു നോക്കി, ക്രിസ്തു എന്ന ആ പൊസിഷൻ്റെ ഈക്വലായിട്ട് നിൽക്കുന്ന ആൾ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ എത്ര ഗതികേടിലാണ് സിംബോളിക്കൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നേ, ശരിയല്ലേ? എത്ര അപകടത്തിലാണ് നമ്മൾ. കാറ്റും തീയും മഴയെന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്ക് എന്ത് വിഷമമുണ്ടായി. ഇതേ സൃഷ്ടിച്ച ആളാണ് കർത്താവ്, ഇത് സൃഷ്ടിച്ച ആളാണ് പരിശുദ്ധാത്മാവ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നടത്തിയ ആളാണ്. പുള്ളി സൃഷ്ടിച്ചതാണ് ആഴത്തെ, ആഴിയെ, ഇരുളിനെ, ഇതെല്ലാം പുള്ളിയാണ് സൃഷ്ടിച്ചത്. അങ്ങനെ പിടിച്ച് നമ്മൾ ആക്കിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 10:20 വായിക്കാമോ? മത്തായി 10:20. മാത്യു ചാപ്റ്റർ 10:20. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. എന്താ പറയുന്നത്? നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. പരിശുദ്ധാത്മാവിന്റെ പേര് കണ്ടോ? പിതാവ് എത്രത്തോളം വലുതാണോ അത്രയും വലുതാണ് ആര്? അപ്പം അങ്ങനാണെങ്കിൽ പിതാവിന് കൊടുക്കുന്ന ആ പ്രയോറിറ്റി പരിശുദ്ധാത്മാവിന് കൊടുക്കണം. ഇത്രയും കൊണ്ടൊരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധാത്മാവുമായി ബന്ധമില്ലാതിരിക്കുന്ന വിശ്വാസിയുടെ അവസ്ഥ എത്ര പരിതാപകരമാണ്. ഇതാണ് നമ്മൾ ഇന്ന് പകൽ തിരിച്ചറിയേണ്ടത്. പരിശുദ്ധാത്മാവ് ദൈവമാണ്, പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവ് പുത്രൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവ് പുത്രത്വത്തിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവ് ദൈവാത്മാവാണ്, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്, പരിശുദ്ധാത്മാവ് നിത്യാത്മാവാണ്, പരിശുദ്ധാത്മാവ് യഹോവയുടെ ആത്മാവാണ്, പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണ്, പരിശുദ്ധാത്മാവ് കാര്യസ്ഥനാണ്, പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്, പരിശുദ്ധാത്മാവ് നല്ല ആത്മാവാണ്. ഈ പേരുകളിൽ ആ പൊസിഷൻ ക്ലിയർ ചെയ്തു തരികയാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഇനി എൻ്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം, കർത്താവ് പറഞ്ഞ വാക്കിൻ്റെ ആഴം. നമുക്ക് ലഭിക്കാമെന്നുള്ള ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധാത്മാവുമായുള്ള ബന്ധമാണ്. കർത്താവ് പറയുന്നത്, ഞാൻ വന്നത് വേഷത്തിൽ മനുഷ്യനായിട്ട് മരിക്കാൻ വന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവ് വരുന്നത് മഹാദൈവമായിട്ട് തന്നെയാണ്. ഈ ഞാൻ മരിക്കാൻ വന്നപ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ എന്തോരം തിരക്കാരെന്നറിയാം. കർത്താവ് ഈ ഭൂമി വന്നപ്പോഴേ കർത്താവിനെ വീട്ടിലൊക്കെ കൊണ്ടുപോകാൻ എത്ര ബഹളമാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്ന വാക്കൊന്ന് കണക്ട് ചെയ്യണം നിങ്ങളുടെ ഹൃദയത്തിൽ. വേഷത്തിൽ മനുഷ്യനായി വന്ന എന്നോട് നിങ്ങൾ അടുത്തതുപോലെ ദൈവമായി വന്നവനോട് നിങ്ങൾ അടുത്താൽ എന്നിലൂടെ നടന്നതിനേക്കാൾ വലുത്, എന്നിലൂടെ നടന്നതിനേക്കാൾ വലുത്, എന്നിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ വലുത്. അഭിഷേകത്തിന്റെ വലിയൊരു കൈമാറ്റം നടക്കുക. ചില ഹൃദയങ്ങളിൽ ദൈവാത്മാവിന്റെ ഇടപെടൽ നടക്കുന്നുണ്ട്.
ഓ കാഴ്ചപ്പാടുകൾ ചേഞ്ച് ആകുക, കാഴ്ചപ്പാടുകൾ ചേഞ്ച് ആകുക. ഹുറിയല മുസ്കി റിബൽ ധോനി ആസ്താരക. ഓ റബബബബബബബഗവരഗഡഗൽ ഖനാദി അഡഗൽ ഖനാധിഗക്ഷ സംധർമനാധിഗർ ഖനാദിയാല. ഓ റിബിബിബിഗബിരി ഗഡഗൽ ഖനാധിഗക്ഷ സംധന. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു, പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ചില വ്യക്തികളെ ദൈവാത്മാവ് തൊടുക. നിന്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് അനുഭവിക്കാൻ പറ്റാത്ത ഒരു അഭിഷേകത്തിന്റെ പകർച്ച ഇന്ന് രാത്രി ഇന്ന് പകൽ വെളിപ്പെട്ടു വരിക, ഇന്ന് പകൽ വെളിപ്പെട്ടു വരിക, ഇന്ന് പകൽ വെളിപ്പെട്ടു വരിക. ഓ നാവിന്റെ കെട്ടുകൾ അടിയട്ടെ, നാവിന്റെ കെട്ടുകൾ അടിയട്ടെ, നാവിന്റെ കെട്ടുകൾ അടിയട്ടെ. ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ അവനവരെ നിറച്ചു. ഇന്ന് പകൽ ചില നാവിന്റെ കെട്ടുകൾ അടിയട്ടെ. ഇന്ന് പകൽക്കാലം ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്തവർ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ എന്നെ കൂടെ നിറയ്ക്കണേ, എന്നെ കൂടെ നിറയ്ക്കണേ, എന്നെ കൂടെ നിറയ്ക്കണേ. പ്രാർത്ഥിക്ക്, എന്നെ കൂടെ അഭിഷേകം ചെയ്യണേ, എന്റെ മേൽ കൃപ പകരണേ, എന്റെ മേൽ കൃപ പകരണേ, എന്നെ വെറുതെ വിടല്ലേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ കൂടെ നടന്നപ്പോൾ, കർത്താവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ കർത്താവിനെ വിടുതൽ പ്രാപിക്കാനും കർത്താവിനോടൊന്ന് അടുക്കാനും ഒക്കെ ജനം കാണിച്ച വ്യഗ്രത. നമുക്ക് ആ ബർത്തിമായി പ്രാപിച്ച വിടുതൽ എങ്ങനെയാണ്? ബർത്തിമായുടെ വിടുതലിൻ്റെ കാരണം, ബർത്തിമായി നീ എങ്ങനെ വിടുവിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ അവന് പറയാൻ പറ്റും. അവൻ കൂടെ ഒരുപാട് ഭിക്ഷക്കാരുണ്ട്. അവൻ നിലവിളിക്കുക, ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണം. അവൻ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോൾ കൂടുള്ളവർ നിലവിളി നിർത്തിയിട്ട് ഇവൻ മാത്രം ലൗഡായിട്ട് കൊണ്ടിരിക്കുക. ഇവൻ മാത്രം നിലവിളി ഉച്ചത്തിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴും അവിടെ ഇരിക്കുന്ന പലരും അവനെ ശാസിക്കുന്നു, അവനോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. അത് കേട്ടിട്ടും അവൻ ഉച്ചത്തിൽ നിലവിളിക്കുക. അവനോട് മറ്റുള്ളവർ പറയുന്നുണ്ടാകും, എടാ നാണയം കിട്ടിയില്ലേ, പാത്രത്തിൽ വല്ലതും കിട്ടിയില്ലേ, ഇന്നത്തേക്കായില്ലേ, ഇനി നാളെ നിലവിളിച്ചാൽ പോരെ, ഇന്നത്തേക്കുള്ളതായല്ലോ, മതി നിർത്ത്. അവൻ പറയുന്നത്, എടാ നാണയത്തിനല്ല ഞാൻ ഈ കരയുന്നത്, എൻ്റെ പിച്ചപാത്രത്തിൽ വല്ലോ നാണയത്തുട്ടിനല്ല കരയുന്നത്, ഇന്നത്തെ കല്ലി കരച്ചിൽ ഈ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ഒരുവനുണ്ട്, എനിക്കവനെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ അവനുണ്ടെന്ന് എനിക്കറിയാം. അവൻ നസ്രയത്തുകാരൻ യേശുവാണ്. അവൻ എൻ്റെ നിലവിളി കേട്ടാൽ, അവൻ എന്നിലേക്ക് തിരിഞ്ഞാൽ, അവൻ എന്നെ കണ്ടാൽ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കുമെന്ന്, എൻ്റെ ഭിക്ഷാപാത്രം ഞാൻ ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന്. ഓ ഹോളി സ്പിരിറ്റ്, ഇന്ന് പകൽ ഞാൻ കരയുന്നതിന്റെ കാരണം ഏതെങ്കിലും നാണയത്തുട്ടിന് വേണ്ടിയല്ല, എന്തെങ്കിലും ഭൗതിക നേടാനല്ല, എന്നെ വിടുവിക്കാൻ, എന്റെ സ്ഥിതി മുഴുവനായി മാറ്റാൻ കെൽപ്പുള്ളവൻ ഇതിന്റെ നടുവിലുണ്ട്. അവൻ എന്നിലേക്കൊന്ന് തിരിയണം, അവന്റെ അറ്റൻഷൻ എനിക്ക് വേണം. ഓ റഗന, ആ വെളിപ്പാടിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചു തുടങ്ങ്. നാളെ ഇവിടെ ഇരിക്കാൻ എനിക്ക് മനസ്സില്ല, നാളെ എനിക്ക് ഈ ഭിക്ഷപാത്രം കൊണ്ടുവരാൻ താല്പര്യമില്ല. ഇന്നുകൊണ്ട് അവസാനിക്കണം, ഇന്നുകൊണ്ട് എന്റെ സ്ഥിതി അവസാനിക്കണം. അതിന് പ്രാപ്തനായവൻ ഇതിന്റെ നടുവിലുണ്ട്. അവനെ ഞാൻ കാണുന്നില്ലെങ്കിലും അവൻ എന്നെ കണ്ടാൽ ദൂതേറ്റെടുത്തു. ചില വിടുതലുകൾ നടക്കുന്നുണ്ട്. ഇന്ന് മകൾ പ്രാർത്ഥിക്കുന്നുണ്ടിരിക്കുമ്പോ തന്നെ ചില വിടുതലുകൾ നടക്കുക. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ഏറ്റെടുത്തു. അസ്ഥിയിൽ നീല രോഗം അഴിയുന്നുണ്ട്. അസ്ഥിയിൽ നീല രോഗം അഴിഞ്ഞു മാറുക.
നട്ടലിനെ പിടിമുറുക്കിയത് ദൈവാത്മാവ് പൊട്ടിക്കുകയാണ്. അഭിഷേകത്തിന്റെ പകർച്ച വെളിപ്പെടുക. അഭിഷേകത്തിന്റെ പകർച്ച വെളിപ്പെടുന്നു. ഇതുവരെ അനുഭവിക്കാത്തൊരു പകർച്ച. ഓ റബര ഇന്ന് നിന്നെ കൊണ്ടുവന്നത് ഈ ദൂത് കേൾപ്പിക്കാനാ. ഉടഞ്ഞ നിന്നെ പണിതെടുക്കാൻ പോകുക. ഗതിപിടിക്കത്തിൽ നിന്ന് വിധിയെഴുതിയ ശാപത്തിന്റെ വാക്കുകളുടെ മേഖലകളെ തകർത്തെറിഞ്ഞ് ദൈവാത്മാവ് നിന്നെ പുറത്തെടുക്കുക. തലമുറയെ കുറിച്ച് ആദി വേണ്ട. കരുതൽ എന്റെ കരത്തിൽ ഭദ്രമാണ്. 27 കൊല്ലത്തെ ഒരു ബ്രാക്കറ്റ് ഞാൻ പൊളിച്ചു കളയുക. യെസ്, ആ വിടുതൽ വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ ആ പകർച്ച വെളിപ്പെടുക. ദൈവാത്മാവ് നിന്നെ പണിയുക. നീ ഒരു ഉടഞ്ഞ പാത്രമാണ്. ദൈവാത്മാവ് നിന്നെ ഇന്ന് പണിതെടുക്കും. നീ ഉപവാസം നിന്നെ പണിതെടുക്കാനാ. ഓ വൻകരകളുടെ ഉണർവിന് വേണ്ടി അഭിഷിക്തന്മാർക്ക് തണലാകാൻ നിന്നെ ഞാൻ പിഴുതെടുക്കുക. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഒരാളിൽ നടത്തിരിക്കുന്ന ആളിലേക്ക് അഭിഷേകത്തിന്റെ ഒരു വലിയ കൈമാറ്റം നടക്കുക. പ്രാർത്ഥനയുടെ പോരാട്ടം തുടർന്നു. നഷ്ടപ്പെട്ടത് മടക്കി തരിക. ഓ റഗൽ ഖനാദികൾ സംഭനാദി ഒരു വലിയ വാഗ്ദത്തം ഓപ്പൺ ആകട്ടെ. നിന്നെ ഇന്ന് കൊണ്ടുവന്നത് ഈ ദൂത് കേൾപ്പിക്കാന്. 7 കൊല്ലത്തെ ചോദ്യത്തിന്റെ മറുപടി കൈമാറുക. യെസ്, പൊട്ടട്ടെ. വെല്ലുവിളികളെ ദൈവാത്മാവ് ഉടയ്ക്കുകയാണ്. നിന്നോട് പൊരുതുന്നവരോട് ദൈവം പൊരുതാൻ എഴുന്നേൽക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നെ കടന്നു പോകരുതേ. പരിശുദ്ധാത്മാവേ, എന്നെ കാണാതെ പോകരുതേ. പരിശുദ്ധാത്മാവേ, എന്നെ കാണാതെ പോകരുതേ. ഹോളി റിക്കാര, പരിശുദ്ധാത്മാവേ, എന്നെ അഭിഷേകം ചെയ്യാതെ പോകരുതേ. പരിശുദ്ധാത്മാവേ, എന്റെ മേൽ കൃപ പകരാതെ പോകരുതേ. ഹോളി സ്പിരിറ്റ്, എന്ന് പകല വിടുതൽ നടക്കട്ടെ. ഹോ റിബല രഗടകൾ ഖനാദി ശന്ദർ ഖമന ഗടകൾ ഖമന ഗദ രഗടകൾ ഗദ ഓ റബബ ഗമന ഗടകൾ ഖനാദി. യെസ് 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 യെസ്. നിന്റെ സ്തുതിയുടെ ചങ്ങലകൾ പൊട്ടുക. നിന്നെ ഒതുക്കി വെച്ച മേഖല പൊട്ടുകയാണ്. പരിശുദ്ധാത്മാവ് ആ പൊളിയട്ടെ, പൊളിയട്ടെ, പൊളിയട്ടെ. എന്നും നീ ഭിക്ഷയെടുക്കണമെന്ന് പറഞ്ഞ് ഒതുക്കി വെച്ച മേഖലകളിൽ ഒരു കൃപയുടെ കൈമാറ്റം. ഓ, ഇവിടെ നീ ആരാധിക്കുമ്പോ തന്നെ ഭവനത്തിന്റെ അകത്തു നീല കുരുക്കുകളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ അഴിച്ചു കളയുകയാണ്. നീ കുടിച്ച മാറ അടുത്ത തലമുറയിലേക്ക് മധുരമായി മാറുക. യെസ്,
ചുടാരകൽക്കന നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറുക. ഇതുവരെ അനുഭവിക്കാത്തൊരു പകർച്ച. ഓ ശരകമല കടകൽ കമനയാന്തര ശതര കമറ കുലിയ. ഞാൻ നിലവിളിക്കുന്ന നിലവിളി മറ്റൊന്നിനും വേണ്ടിയല്ല. യേശു എന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എപ്പോ വരെ ഞാൻ നിലവിളിക്കുമെന്ന് അറിയാമോ? അവൻ എന്നെ കാണുന്നവരെ, അവൻ എന്നിലേക്ക് തിരിയുന്നത് വരെ. അവൻ തിരിയുന്നത് വരെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ബർത്തിമായോട് ചോദിക്കണം, ബർത്തിമായി, നീ എല്ലാവരും മാറിയിട്ടും എല്ലാവരും നിർത്തിയിട്ടും നീ വിഡ്ഢിയെപ്പോലെ കരഞ്ഞത് ലാഭമോ നഷ്ടമോ? ലാഭമാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞ വാക്കുകൊണ്ട് ഇത് കണക്ട് ചെയ്യുക. ബർത്തിമായി, വേഷത്തിൽ മനുഷ്യനായി മരിക്കാൻ വന്ന് എന്നെ കരഞ്ഞ് നിർത്തിച്ചതാ നീ ഇന്ന് കാണുന്ന ലാഭം. എന്നാൽ അതിനേക്കാൾ വലുതായിരിക്കും മഹാദൈവമായി വന്ന പരിശുദ്ധാത്മാവിനെ നീ ഒന്ന് കരഞ്ഞു നിർത്തിച്ചാൽ നിന്റെ മേൽ നടക്കാൻ പോകുന്ന വിടുതൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥന, പരിശുദ്ധാത്മാവേ, ഇവരെയൊക്കെ അഭിഷേകം ചെയ്യുമ്പോ എന്നെ കൂടെ തൊടലേ. ഓ, എന്നെ കൂടെ അഭിഷേകം ചെയ്യലേ. എന്നെ കാണാതെ പോകല്ലേ. ഓ റബബഗമന ഘടകൽഖന. ഇടത്തും വലത്തും ഇരിക്കുന്നവരെ കൃപ കൊണ്ട് നിറയ്ക്കുമ്പോൾ എന്നെ കൂടെ, ഇവരെ അഭിഷേകം ചെയ്യുമ്പോൾ എന്നെ കൂടെ, ഇവരെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ എന്നെ കൂടെ, ഇന്ന് പകൽ എന്നെ കടന്നു പോകല്ലേ. ആത്മാവ് ദൂതിടപെടുക. ഒരു സ്തോത്രം പറയാമോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവാം ദൈവവുമായി ഒരു എൻകൗണ്ടർ ജീവിതത്തിൽ സംഭവിക്കണം. പ്രിയരെ, പരിശുദ്ധാത്മാവ് ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനുള്ള അവരുടെ തത്രപ്പാട് എത്ര വലുതായിരുന്നു. കർത്താവ് പറഞ്ഞ വാക്കാ, ഞാൻ പോകുന്നു നിങ്ങൾക്ക് എന്നേക്കാൾ നല്ലത് പരിശുദ്ധാത്മാവ്. കാരണം ഞാൻ വന്നത് വേഷത്തിൽ മരിക്കാൻ മനുഷ്യനായി വന്നു. ഞാൻ വന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവ് വരുന്നത് ദൈവമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ ഇരുന്നതിനേക്കാൾ നിങ്ങൾ അവൻ്റെ കൂടെ ഇരുന്നാൽ, എൻ്റെ കൂടെ ഇരുന്നത് പോലെങ്കിലും, അതാ, അവൻ്റെ കൂടെ ഇരുന്നാൽ നിങ്ങളിൽ നടക്കാൻ പോകുന്നത് വലുതാണ്. നിങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് അവനെ അറിയാം. നിങ്ങൾക്ക് എന്നിലൂടെ നടന്ന വിടുതൽ മാത്രം അറിയാം. എനിക്ക് അവൻ നിങ്ങളുടെ കൂടെ നടന്നാൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെ, ഞാൻ ആ വാക്കൊരിക്കൽ കൂടെ ആവർത്തിക്കുക. പരിശുദ്ധാത്മാവുമായുള്ളൊരു ബന്ധം. ഈ യായിറോസ് ആ വിടുതൽ പ്രാപിച്ചത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്. ഈ യായിറോസിൻ്റെ അടുത്ത് ബാല്യക്കാരൻ വന്ന് പറയുന്നത്, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. ഗുരുവിനെ എങ്ങനെ അസഹ്യപ്പെടുത്തുക? അസഹ്യപ്പെടുത്തുന്നത് എങ്ങനെ? കർത്താവിന് പോകാൻ മനസ്സില്ല, പക്ഷെ അവൻ ആവർത്തിക്കുന്നു. യേശു വരിക എന്നത് അവൻ്റെ ലക്ഷ്യം. ഏത് നിലയിൽ ഞാൻ കൊണ്ടുപോകും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ കരുതുന്ന പോലെ നമുക്കൊരുപാട് സ്റ്റാറ്റസ് ഉണ്ട്, സ്റ്റാൻഡേർഡുണ്ട്. നമ്മുടെ ക്വാളിഫിക്കേഷനും ഡിഗ്നിറ്റിയും ഇതൊക്കെ നമ്മുടെ പരിശുദ്ധാത്മാവിനോട് അടുക്കാൻ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ അതുപോലെ ഈ യായിറോസ് പള്ളിപ്രമാണിയാണ്, 4 ആൾ അറിയുന്നതാ, സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആളാണ്, ഏറ്റവും അറിയപ്പെടുന്നൊരു കുടുംബവും ഒരു സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ളവൻ. നസ്രത്തുകാരൻ യേശു അവഗണിക്കപ്പെട്ട വേശ്യാപുത്രൻ എന്ന് പറയുന്ന ഒരു പുതിയ ഉപദേശക്കാരനാണ്. അവൻ്റെ കൂടെ കുറേ മത്സ്യത്തൊഴിലാളികളാണ്, മനസ്സിലായോ, വിദ്യാഭ്യാസമില്ലാത്തവരാണ്. അവിടെ ഉന്നത സ്ഥാനമുള്ള ഇപ്പോൾ പിടികിട്ടുന്നുണ്ടോ? ഇവൻ പോയി നിൽക്കുമ്പോൾ നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, എടാ പുത്തമ്പുരക്കിൻ്റെ സണ്ണിക്കുട്ടിയല്ലടാ, ഇവനിൻ്റെ ആവശ്യമുണ്ടോ? നമ്മളാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ രീതി എന്നാണെന്നറിയാമോ? എക്സ്ക്യൂസ് മീ, യേശു ആണോ? ആണോ? എന്നെ അറിയാമോ? ഞാൻ ഇവിടുത്തെ പുത്തൻ വീട്ടിലെ ജോർജ് കുട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞാനിവിടെ പള്ളിയിലെ മെയിൻ ആളാണ്.
ഞാൻ ഇവർക്കൊക്കെ എന്നെ അറിയാം, ഇവരൊക്കെ ഒരുപാട് അറിയാം, സാധുക്കൾക്കെല്ലാം അറിയാം. ഞാനിപ്പോൾ വന്നത് മൂക്ക് സുഖമില്ല, നിങ്ങൾ വന്നൊന്ന് സൗഖ്യമാക്കിയാലേ നിങ്ങൾക്കൊരുപാട് പേരായിരിക്കും. എനിക്ക് നിർബന്ധമായിട്ടൊന്നുമല്ല, വേണേൽ ഞാൻ വീട്ടിൽ കൊണ്ട് കാണിക്കാം. നാൾക്ക് നിങ്ങൾക്ക് പറയാം, നിങ്ങളൊന്നാതെ നസ്രത്തുകാരൻ യേശു എന്നും പറഞ്ഞ് നാണംകേടാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പറയാം, പുത്തൻപീട്ടിലെ ജോർജ് കുട്ടിയുടെ മോളെ ഉയർപ്പിച്ചെന്നും പറഞ്ഞ് അങ്ങ് നടക്കാം. ഈ സ്റ്റാൻഡേർഡും കൊണ്ടാണ് നമ്മളിരിക്കുന്നത്. ഈ 20-ാം ദിവസമായിട്ടും ഇതുവരെ പ്രസംഗക്കുറിപ്പ് എഴുതിയെടുത്തുകൊണ്ട് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. പലതും വന്നിരിക്കുന്ന പ്രസംഗക്കുറിപ്പ് എഴുതിയെടുത്തുകൊണ്ട് പോയിട്ട് വീട്ടിൽ പോയിട്ട് തരം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. എൻ്റെ പ്രിയരെ, ഇതിന് വല്ല പ്രസംഗക്കുറിപ്പിൻ്റെ 500 പ്രസംഗവും 1000 പ്രസംഗവും 2000 പ്രസംഗവും മേടിക്കാൻ കിട്ടുമെന്ന്, കുറച്ച് കാശേ ഉള്ളെന്ന്. അത് മേടിച്ച് വീട്ടിൽ നിന്ന് വായിച്ചു പഠി. ഇതിനല്ലെന്ന് നീ ഇരുന്നത്, കുടല് ഉണക്കിയിരുന്നത് പ്രസംഗക്കുറിപ്പിലായിരുന്നു. ആ ബോധം നമുക്കുണ്ടാകട്ടെ. ഇവിടെ യായിറോസ് സ്റ്റാറ്റസും കളഞ്ഞ് യേശുവിൻ്റെ അടുത്ത് നിൽക്കുക. ആ വലിയ ജനക്കൂട്ടമുണ്ട്. യേശുവിൻ്റെ കൂടെയുള്ള പലതും നോക്കുമ്പം യായിറോസിനെ കണ്ടപ്പോഴേ അവരുടെ മുഖഭാവം മാറി നിൽക്കുക. ഇതുങ്ങളെല്ലാം അസൂയക്കാരാ, അത് സമ്മതിക്കത്തില്ല. അവനിങ്ങനെ അടുക്കാൻ സമ്മതിക്കുക. പക്ഷേ യായിറോസ് ഒന്ന് വിളിക്കുക, യേശുവേ. അപ്പോഴാണ്ട് ഇവനിൻ്റെ ആവശ്യം കൊണ്ടോടാ, ഇവൻ ഇത്രയും നല്ലത് ഉന്നത സ്ഥാനമുള്ള മനുഷ്യൻ, ഇവൻ വിളിച്ചാൽ ഇവൻ്റെ വീട്ടിൽ വരത്തില്ല, ഇവൻ വിളിക്കുക, യേശുവേ. അയ്യോ, യേശു പറഞ്ഞു, മാറിയിരിക്കുക ബ്രദറെ, ഇവൻ പോകുന്നില്ല. യേശുവേ, മാറിയിരിക്കുക ബ്രദറെ, മാറിയിരിക്കുക. ഇവൻ കൂടെ കൂടെ വിളിക്കുക. കാരണം ഇവൻ ആവശ്യക്കാരനാ. ഇവനറിയാം യേശു വരാതെ എൻ്റെ മോള് വിടിവിക്കപ്പെടുകയില്ല. ഇവൻ്റെ സ്റ്റാറ്റസ് മറന്ന് ഇവൻ യേശുവിനെ, അതാ ഇവിടെ പറഞ്ഞ, അവൻ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. യേശുവിന് മനസ്സില്ല, അവൻ കൂടെ കൂടെ നിർബന്ധിക്കുക. എൻ്റെ ചോദ്യം, കർത്താവിനെ അസഹ്യപ്പെടുത്തിയ യായിറോസിന് വിടുതലല്ലേ നടന്നത്? എന്നാൽ ആ കർത്താവ് പറയുന്നത്, യായിറോസേ, എന്നെ അസഹ്യപ്പെടുത്തിയപ്പം വിടുതലായെങ്കിൽ ഞാൻ വന്നത് വേഷത്തിൽ മനുഷ്യനായി മരിക്കാനാ. എന്നെ അസഹ്യപ്പെടുത്തിയതുപോലെ ദൈവമായി വന്നവനെ നീ ഒന്ന് അസഹ്യപ്പെടുത്തിയാൽ നിന്റെ മേൽ നടക്കാൻ പോകുന്ന വിടുതൽ വലുതായിരിക്കും. ആ വെളിപ്പാടിൽ നിന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്? പരിശുദ്ധാത്മാവേ, അങ്ങന്റെ കൂടെ വരാതെ, അങ്ങനെ അഭിഷേകം ചെയ്യാതെ ഞാൻ ഇന്ന് ഇവിടുന്ന് പോകത്തില്ല. എൻ്റെ മേൽ കൃപ പകരാതെ, എന്നെ അഭിഷേകം ചെയ്യാതെ, എൻ്റെ മേൽ ശുശ്രൂഷ പകരാതെ, ഇന്ന് രാത്രി ഇന്ന് പകൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. ഇതുപോലെ കർത്താവേ, ഈ കൃപ പോരാ, ഈ അഭിഷേകം പോരാ. അസാധാരണമായ ഇടപെടൽ നടക്കുന്നു. അസാധാരണമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുക. ദൈവാത്മാവ് ഇടപെടുന്നു. ചില ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാകുക. ഇതുവരെ അനുഭവിക്കാത്ത ഒരു ആത്മപകർച്ച ദൈവാത്മാവിന്റെ നടുവിൽ കൈമാറുന്നു. ചില അഭിഷിക്ത കുടുംബങ്ങളുടെ മേൽ അസാധാരണമായ ഒരു കൃപയുടെ പകർച്ച, ചില ശുശ്രൂഷയുടെ കുഴിക്ക് ദൈവാത്മാവ് പൊട്ടിക്കുക. നഷ്ടപ്പെട്ട വെളിപ്പാട് മടക്കിയെടുക്കുക. നഷ്ടപ്പെട്ട കൃപാവരം മടക്കി തരുന്നു. നഷ്ടപ്പെട്ട പ്രാർത്ഥന മടക്കി തരിക. ചില മാതാപിതാക്കളെ അഭിഷേകം ചെയ്യുന്നുണ്ട്. ചില പിതാക്കന്മാരെ അഭിഷേകം ചെയ്യുക. നഷ്ടപ്പെട്ട കൃപ മടക്കി തരുന്നുണ്ട്. നഷ്ടപ്പെട്ട അഭിഷേകം മടക്കി തരിക. ഏറ്റെടുത്തോ. വെറുതെ മടങ്ങത്തില്ല. പരിശുദ്ധാത്മാവേ, എന്നെ അഭിഷേകം ചെയ്യാതെ ഞാൻ ഇവിടുന്ന് മടങ്ങത്തില്ല.
പ്രൈസ് ദി ലോർഡ്. ഞാൻ പോകുന്നത് പ്രയോജനമാണ്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഞാനൊരു വാക്കൂടെ കടത്തി പറയാൻ പോവാം. പരിശുദ്ധാത്മാവ് ദൈവമാണ്. വന്നിട്ട് ഈ വരുന്നത് നമ്മുടെ പ്രതിനിധിയെ കയറിയുന്നു. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രതിനിധിയാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ചിന്ത വരട്ടെന്ന് പറഞ്ഞാണ്. ഇത് നമ്മുടെ പ്രതിനിധിയെ പേടിയൊക്കെ ഉണ്ട്. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രതിനിധി. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഓഫർ കർത്താവ് പറയുന്നത്, ഞാൻ പോയാൽ കാര്യസ്ഥനെ ഞാൻ അയക്കും. ഞാൻ സ്വർഗത്തിൽ എങ്ങനെയാണോ അങ്ങനാണ് വരുന്നത്. പിടികിട്ടിയോ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളെല്ലാം നോക്കണം. നമ്മൾ പറയുന്നത് പോലെ കേവലം ശക്തി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം മസ്കുലൈൻ ജെൻഡർ ഉപയോഗിക്കുന്നത്. അതായത് പുല്ലിംഗ സർവനാമം. അവൻ, അവനെ. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം. കാറ്റിനെ അവൻ എന്ന് പറയുമോ? തീയെ അവൻ എന്ന് പറയുമോ? അങ്ങനെങ്കിൽ പരിശുദ്ധാത്മാവിനെ പറഞ്ഞതെല്ലാം അവൻ, അവനെ പുല്ലിംഗ സർവനാമമാണ്, മസ്കുലൈൻ ജെൻഡറാണ്. അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് ആത്മാവെന്ന് മാത്രം കർത്താവ് ഇവിടെ വന്നത് ഫിസിക്കൽ ബോഡിയിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നത് സ്പിരിച്വൽ ബോഡിയിലാണ്. മനസ്സിലായോ? നമുക്ക് ആ ഇൻറ്റിമസി വരാത്തത് കൊണ്ടാണ് നമ്മൾ പലതിനോടും ഉപമിച്ചത്. സ്പിരിച്വൽ ബോഡിയിൽ വന്ന ആളാണ് പരിശുദ്ധാത്മാവ്. ഇനി കേൾക്കണം, പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ പ്രതിനിധിയായി ഞാൻ നിൽക്കുന്നു. ഇത് നമ്മുടെ പ്രതിനിധി. പുള്ളി ഇത്രയും പേടിയും പരിഭ്രമമൊക്കെ ഉള്ള ആളുടെ കൂടെ എന്നെപ്പോലൊരാൾ എപ്പോഴും ഉണ്ടെങ്കിൽ, പുള്ളി സ്കൂളിൽ പോകുമ്പോഴും ഞാനുണ്ട്, രാത്രിയിലും ഞാനുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇവൻ ഇപ്പോഴത്തെ ഈ കുഞ്ഞിൻ്റെ പ്രശ്നമൊന്നും പ്രശ്നമല്ല. കാരണം അവൻ്റെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും. കാരണം ഇവൻ്റെ ഭയം മാറും. ഇവൻ്റെ അറിയാം, എൻ്റെ കൂടെ തടിയുള്ളൊരു പാസ്റ്ററുകളുണ്ട്. ഇവനെ കാണുന്ന ഇവൻ്റെ ഇപ്പോഴത്തെ പ്രശ്നക്കാരൊക്കെ നോക്കുമ്പോൾ ഒന്ന് മാറിപ്പോം. കാരണം കൂടെ ഒരു മനുഷ്യനുണ്ട്. ഇനി ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, അങ്ങനാണെങ്കിൽ ഈ കുഞ്ഞിൻ്റെ കൂടെ എപ്പോഴും ഞാനുണ്ടെങ്കിൽ ഇത്രയും നല്ലതാണെങ്കിൽ ഇതിന് മറ്റാർക്കും കാണാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് തമ്മിൽ കാണാം, ഞങ്ങൾക്ക് തമ്മിൽ ഇൻട്രാക്ഷനുണ്ട്, ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനുണ്ട്. എനിക്കെപ്പോഴും സംസാരിക്കാൻ എന്നോടുമുണ്ട്. ഇത് ഇത്തിരിയുടെ അഡ്വാൻറ്റേജ് അല്ലേ? കാരണം മറ്റാർക്കും കാണാൻ പറ്റത്തില്ല, പുള്ളിക്ക് മാത്രം എന്നോടുണ്ട്. ഇങ്ങനൊരു ബെനിഫിറ്റ്, ഇങ്ങനൊരു ഓഫർ കിട്ടിയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരെത്ര ഗതികേടായിരിക്കും. നമുക്ക് കർത്താവ് തന്നൊരു ഓഫർ, നീ സൃഷ്ടിയാണ്, ഞാൻ സൃഷ്ടാവാ, ഞാൻ നിൻ്റെ കൂടിരിക്കാം, ഞാൻ നിൻ്റെ കൂടിരിക്കാം. പിടികിട്ടുന്നുണ്ടോ? ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഞാൻ നിൻ്റെ കൂടിരിക്കാം. ഈ ഒരു ബന്ധം ഇന്ന് ആരംഭിക്കാൻ പറ്റാത്തവരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പോഴേ പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും ഒക്കെ ഒന്ന് ഓർക്കണം, പരിശുദ്ധാത്മാവാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം എന്ന് മാത്രമല്ല വ്യക്തി നിന്നോടൊരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വ്യക്തിയാണ് നിൻ്റെ സൃഷ്ടാവ്. ഈ സൃഷ്ടാവിന് നിൻ്റെ കൂടെ ഇരിക്കുന്നതിനാണ് ഇഷ്ടം. അതുകൊണ്ട് അവൻ എന്നേക്കും നിങ്ങളോട് കൂടെ വസിക്കും. എങ്ങനെ? കൂടെ വസിക്കും. നമ്മൾ ഈ പുള്ളിയോടുള്ള ബന്ധം എപ്പോഴാണെന്നറിയാമോ? കീബോർഡ് ഉണ്ടെങ്കിൽ കീബോർഡ് 165 ടെമ്പോ എത്തുന്നു, ഋതം നന്നായി പ്ലേ ആകുന്നു. ആ സമയത്ത് നമ്മൾ കുറേ നേരം കൈയടിക്കുന്നു, അന്യഭാഷ പറഞ്ഞു, അതോടുകൂടി തീർന്നു. കഴിഞ്ഞിട്ട് ഈ ഇദ്ദേഹം എവിടെ പോയി? ഇതായിരുന്നു നമ്മളിതുവരെ അനുവർത്തിച്ചു പോരുന്ന ബന്ധം. ഞാൻ പറയുന്നത് ഹീസ് എ പേഴ്സൺ. ഈ വ്യക്തിയുമായുള്ള ബന്ധത്തിന് കീബോർഡോ ഡ്രമ്മോ താളമൊന്നുമല്ല. മീറ്റിംഗ് ആശീർവാദം പറയുമ്പോഴും ഞങ്ങളൊരു യാത്ര തുടരാൻ പോകുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ഈ ആരാധന കഴിയുമ്പോഴും ഓരോ ആത്മീയനും പറയണം, പരിശുദ്ധാത്മാവാം ദൈവവുമായി ഒരു ബന്ധം ഇന്ന് പകൽ തുടങ്ങണം. ഇവിടുന്ന് മടങ്ങുന്നെങ്കിൽ പരിശുദ്ധാത്മാവേ, അങ്ങയുമായി ഒരു ബന്ധമില്ലാതെ. ഹല്ലേലൂയ. എൻ്റെ ചോദ്യം,
പ്രായമുള്ളവർ മക്കൾ കൂടെ വേണോ? അതിനേക്കാൾ എന്ത് നല്ലതാ? അതല്ലേ വിഷയം. മക്കളൊക്കെ പഠിക്കാൻ ഹോസ്റ്റലാകും, പിന്നെ കല്യാണം കഴിക്കും, അവർ പോവും. അങ്ങനെ പോയവരോട് ചോദിക്കണം എങ്ങനെ ഉണ്ടെന്ന്. അവർ പറയും വളരെ പ്രയാസമാണ്. അങ്ങനെ ആകാൻ പോകുന്നവരോട് പറഞ്ഞു തരുന്നത് ഇതിലും നല്ലൊരാളെ കിട്ടാനില്ല. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ എൻ്റെ കൂടെ വേണം. കാരണം നിത്യത വീട്ടിൽ വരെ എന്നെ എത്തിക്കാമെന്ന് വാക്കു പറഞ്ഞവൻ, എനിക്ക് വേണ്ടി ജീവൻ തന്നവൻ, എനിക്ക് വേണ്ടി ജീവൻ തന്നവൻ തന്ന ഓഫറാ. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. കുറഞ്ഞു വന്നു കഴിഞ്ഞ് ലോകം കാണത്തില്ല, എന്നാൽ ഞാൻ കാണും. എങ്ങനെ? പരിശുദ്ധാത്മാവിലൂടെ. പ്രാർത്ഥനകൾ ഉയരട്ടെ, പ്രാർത്ഥനകൾ ഉയരട്ടെ. ഇന്ന് പകൽ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി നടക്കുക. ഹൃദയങ്ങൾ വിശാലപ്പെടട്ടെ, ചിന്താഗതികൾ മാറട്ടെ, ഒരു വലിയ ആത്മമണ്ഡലം ഓപ്പണാകുക. അധരങ്ങൾ തുറക്ക്, അധരങ്ങൾ തുറക്ക്, പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ലൂക്കോസ് 24:49 വാക്യം ഒന്ന് വായിക്കണേ. കർത്താവ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിനെന്നും അവരോട് പറഞ്ഞു. നഗരത്തിൽ പാർപ്പിൻ. എപ്പോൾ വരെ പാർക്കണം? ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. അപ്പൊ ഇവിടുത്തെ പ്രയോറിറ്റി എന്തിനാണ്? ധരിക്കാൻ. കിട്ടിയോ? ഉയരത്തിൽ നിന്ന് ശക്തി കിട്ടിയോ? കർത്താവ് പറയുന്ന പ്രാധാന്യത എന്താ? മാളിക മുറിയിൽ ഇരുന്നോണം. എപ്പോ വരെ ഇരിക്കണം? ഉയരത്തിലെ ശക്തി ധരിക്കുവോളം. അപ്പൊ അതിൻ്റെ അർത്ഥം ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കാതെ പോകരുത്. നമ്മളോ പോയി ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കാതെ എവിടൊക്കെ പോയെന്നാ അറിയാത്തത്. പഠിക്കാൻ പോയപ്പോഴില്ല, സ്കൂളിൽ പോയപ്പോഴുമില്ല, കോളേജിൽ പോയപ്പോഴുമില്ല, കല്യാണം കഴിച്ചപ്പോഴുമില്ല, ബിസിനസ്സിന് പോയപ്പോഴുമില്ല. കർത്താവ് പറഞ്ഞു ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കും. അപ്പൊ ഈ മാളികമുറിയിൽ ഇരിക്കുമ്പോൾ നിന്റെ കരച്ചിൽ എന്തായിരിക്കണം? 10 ദിവസം ഇരിക്കാനല്ല, ഒരു സെക്കൻഡ് ആണെങ്കിലും നിന്റെ ഏകാഗ്രത, നിന്റെ ഹൃദയം പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടാകാൻ വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന 3 വാക്കുകളാണ്. 1 ദാഹിക്കുക, 2 ആഗ്രഹിക്കുക, 3 കാത്തിരിക്കുക. പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടാൻ ഏക വഴി 3 വഴിയിലൂടെ അല്ലാതെ ചെല്ലാൻ പറ്റില്ല. 1 ദാഹിക്കുക, 2 ആഗ്രഹിക്കുക, 3 കാത്തിരിക്കുക. ഈ 3നും പരപ്രേരണ കൊണ്ട് നടക്കില്ലെന്നുള്ളതാണ്. ഈ 3 പ്രവൃത്തിയും പരപ്രേരണയാണ് നടക്കില്ല. ദാഹിക്കുക എന്നത് സ്വയമേ ഉണ്ടാകേണ്ടതാണ്. ഇനി ഏത് കൊല കെട്ടിയ പ്രവാചകൻ വന്നാലും നടക്കത്തില്ല. നമ്മളിപ്പം പിന്നെ ദാഹിക്കുക, എനിക്ക് ദാഹമില്ല പാസ്റ്ററെ, അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? ദാഹിച്ചേ പറ്റത്തുള്ളൂ. ദാഹിച്ചേ അങ്ങോട്ട് പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? 20-ാം ദിവസമല്ല ദാഹിക്കേ, വേണേ ദാഹിക്ക്. ഞാൻ ആളെ കാണിച്ചു തന്നു. ഇതിൽ കൂടുതലൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ആളെ കാണിച്ചു വേണേ ദാഹിച്ചാൽ പുള്ളി എന്ന് വല്ലതും കിട്ടും. 2 ആഗ്രഹം. മറ്റൊരാൾ പറഞ്ഞാൽ ആഗ്രഹം വരുമോ? ഇല്ല, അതെനിക്ക് തോന്നേണ്ട കാര്യമാണ്. ദാഹത്തിൻ്റെ അടിസ്ഥാനം നിർജ്ജലീകരണം, ഇല്ലായ്മയാണ്. ഇല്ലായ്മ വരുമ്പോഴാണ് ദാഹം തോന്നുന്നത്. 2 ആഗ്രഹം. ഇഷ്ടത്തിൽ നിന്നാണ് ആഗ്രഹം. എന്തിനെങ്കിലും ഇഷ്ടപ്പെട്ടാലേ നമുക്ക് എന്ത് തോന്നുള്ളൂ? ആഗ്രഹം. 3-ാമത്തേത് കാത്തിരിക്കുക. സ്നേഹത്തിൽ നിന്നാണ് കാത്തിരിപ്പ്.
അപ്പോൾ ഇത് മൂന്നിനും 3 കാരണങ്ങളാണെങ്കിൽ കർത്താവ് പറഞ്ഞു തരുന്നത് ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൃത്യമായ വെളിപ്പാട് ശിഷ്യന്മാർക്ക് പകർന്നിട്ട് പറയുന്നു. മാളിക മുറിയിൽ ഇരിക്കുമ്പം വീടിൻ്റെ പണി, ജോലി, വള്ളത്തിൻ്റെ പണി, വലയുടെ കേട്, ഇതൊന്നും കൊണ്ടൊന്നും അവിടെ ഇരിക്കരുത്. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങളുടെ ലക്ഷ്യം പരിശുദ്ധാത്മാവുമായി എൻകൗണ്ടർ ഉണ്ടാകുന്നത് വരെ. അപ്പം അവിടുത്തെ പ്രാർത്ഥനകളുടെ പ്രധാനയെയും ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി തന്നെയാണ്. അവരുടെ കരച്ചിൽ അങ്ങനെ തന്നെയാണ്. ഇന്ന് പകലിലും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ഒരുമിച്ച് എഴുന്നേൽക്കാം. ദൈവസന്നിധിയിൽ ഒരുമിച്ചൊന്ന് എഴുന്നേൽക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്ന വിഷയം ഇതാണ്: ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ വന്നതുപോലെ മടങ്ങരുത്. പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകണം. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. പരിശുദ്ധാത്മാവേ, ഞാൻ ഇന്ന് 1 മണിക്ക് വീട്ടിൽ പോകുമെന്നല്ല, അങ്ങനെ തൊടാതെ ഞാൻ ഇവിടുന്ന് മടങ്ങത്തില്ല. അങ്ങനെ അഭിഷേകം ചെയ്യാതെ ഞാൻ ഈ ആലയത്തിൽ നിന്ന് പോകത്തില്ല. അങ്ങനെ മേൽ കൃപ പകരാതെ ഇന്നെൻ്റെ പ്രാർത്ഥന നിൽക്കത്തില്ല. അങ്ങ് എന്നിലേക്കൊന്ന് തിരിയാതെ ഞാനിന്ന് ഇവിടുന്ന് മടങ്ങത്തില്ല. ഇന്ന് പകൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവരുണ്ടോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ ഒന്ന് അസഹ്യപ്പെടുത്താൻ പറ്റുന്നവരുണ്ടോ? പരിശുദ്ധാത്മാവേ, എന്നെ അഭിഷേകം ചെയ്യണേ. ഇന്ന് പകൽക്കാലം ഇതുവരെയും ആ ദൈവകൃപ അനുഭവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവെ, ഒരു വ്യക്തിയായി എനിക്കിന്ന് അങ്ങേ വേണം. വ്യക്തിയായി അങ്ങ് എൻ്റെ കൂടിന്ന് വേണം. ഇതുവരെ ഞാൻ അറിഞ്ഞതിൽ കേട്ടതിൽ നിന്ന് അപ്പുറമായി എൻ്റെ കൂടെ അങ്ങ് വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് പകൽ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഭർത്തിയുമായി പ്രാർത്ഥിച്ച് കരഞ്ഞതുപോലെ എന്നെ കടന്നു പോകല്ലേ എന്ന ഒരാർത്തനാദം അകത്തുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ, എന്നെ അഭിഷേകം ചെയ്യണേ. എൻ്റെ മേൽ കൃപ പകരണമേ. എന്നെ ഇന്ന് പകൽ നിറയ്ക്കണേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്? അവരുടെ മേൽ അസാധാരണമായ ഇന്ന് പകൽ അങ്ങനെ ചിലരെ ദൈവത്തിൻ്റെ ആത്മാവ് തൊടുന്നുണ്ട്. ഇന്ന് പകൽ അങ്ങനെ ചിലരെ ദൈവാത്മാവ് തൊടുന്നുണ്ട്. നിന്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് അനുഭവിക്കാൻ പറ്റാത്ത ഒരു ദൈവ മഹത്വം, ഒരു ദൈവകൃപയുടെ കൈമാറ്റം ഇതിന് നടുവിൽ ചിലരുടെ മേൽ വീഴുന്നുണ്ട്. ചില അഭിഷിക്ത കുടുംബങ്ങളെ ഇന്ന് പകൽ ദൈവാത്മാവ് അഭിഷേകം ചെയ്യുന്നുണ്ട്. ചില നഷ്ടപ്പെട്ട കൃപകൾ ദൈവാത്മാവ് മടക്കി തരിക. നഷ്ടപ്പെട്ട ദർശനം പരിശുദ്ധാത്മാവ് മടക്കി തരിക. ഇതിന് നടുവിൽ ചില വാക്കുകൾക്ക് മുൻപിൽ തോറ്റുപോയവരെ പരിശുദ്ധാത്മാവ് ഈ പകൽ പണിതെടുക്കുക. ഇതുവരെ അനുഭവിക്കാത്തൊരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ആലയത്തിൽ ഇറങ്ങി വരുന്നുണ്ട്. നാവിന്റെ കെട്ടുകൾ പൊട്ടുന്നു. പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ സംഭവിക്കുക. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. പരിശുദ്ധാത്മാവേ, ചലിക്കട്ടെ. നാവിന്റെ കെട്ടുകൾ പൊട്ടട്ടെ. ഇതുവരെ അനുഭവിക്കാത്ത ആത്മപ്രവർത്തി വെളിപ്പെടുന്നുണ്ട്. ചിലരുടെ നിയന്ത്രണം ആത്മാവ് ഏറ്റെടുക്കുന്നു. ചിലരുടെ പ്രാർത്ഥനയുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുക. ഉടഞ്ഞുപോയ ചിലതിനെ പരിശുദ്ധാത്മാവ് പണിയുന്ന ഒരു മാളിക മുറിയായി ഈ പകൽ മാറുക. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ചില വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നീ അന്യഭാഷ പറയുമ്പോ തന്നെ നിന്റെ വീട്ടിൽ ചില വിടുതലുകൾ നടക്കുന്നുണ്ട്. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ രാജ്യങ്ങളുടെ വെളിയിൽ ചില തലമുറകൾ വിടുവിക്കപ്പെടുന്നുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ പോരാടി പ്രാർത്ഥിക്കുന്ന ജനത്തിന് നടുവിലുണ്ട്. വെളിപ്പാടുകളുടെ ചുരുള് കൈമാറുന്നു. ഏലിയാവിൽ നിന്ന് എലീശയിലേക്ക് ഒരു അഭിഷേകം കൈമാറിയതുപോലെ
ആ പുതപ്പ് വീഴുന്നു, പുതപ്പ് വീഴുന്നു. അഭിഷിക്ത നിന്റെ മേലൊരു പുതപ്പ് വീഴുക. കഴിഞ്ഞ തലമുറ പറയാത്തത് നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പോകുക. കഴിഞ്ഞ തലമുറ പ്രസംഗിക്കാത്തത് നിന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കാൻ പോകുക.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഹല്ലേലൂയ നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ കർത്താവ് പകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവദാസനിലൂടെ ഹല്ലേലൂയ വളരെ ശക്തമായി ഹല്ലേലൂയ ആമേൻ നമ്മോട് ഹല്ലേലൂയ ഇടപെട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന് ഹല്ലേലൂയ ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അഭിഷേകത്തിനെ സഹായിച്ചല്ലോ. ഹല്ലേലൂയ ദൈവം നമ്മോട് ശക്തമായി ഇടപെട്ടുകൊണ്ടിരുന്നതുകൊണ്ട് ഹല്ലേലൂയ നമ്മെ നിറച്ചുകൊണ്ടിരുന്നത് കൊണ്ട് നമുക്ക് ആവശ്യമായ ദൂതുകൾ പകർന്നു തന്നുകൊണ്ടിരുന്നതുകൊണ്ട് കർത്താവിനെ നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കുമെന്ന് ഹല്ലേലൂയ നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തു. ഹല്ലേലൂയ ആമേൻ. മഹാദൈവം മനുഷ്യവേഷമെടുത്ത ദൈവപുത്രനായി ഹല്ലേലൂയ നമ്മുടെ അടുക്കൽ വന്ന് ഹല്ലേലൂയ നമ്മോട് വാഗ്ദത്തം ചെയ്തു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന് ഹല്ലേലൂയ നമുക്ക് അയച്ചു തരാമെന്ന് ഹല്ലേലൂയ അവിടുന്ന് വാഗ്ദത്തം ചെയ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ കടന്നു വന്നത്, അവൻ മനുഷ്യവേഷമെടുത്തത് നമുക്ക് അനുഗ്രഹമായി മാറി. ദൈവമക്കളെ ഹല്ലേലൂയ നമുക്ക് വലിയ അനുഗ്രഹമായി എന്ന് കേൾപ്പിച്ചല്ലോ. അല്ലേ യേശു നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ആമേൻ. സ്തോത്രം. നമ്മുടെ പാപം മോചിച്ചു കിട്ടി, നമ്മുടെ ശാപം മാറി, നമ്മുടെ രോഗം മാറി, നമ്മുടെ മരണം മാറി, നമ്മെ ദൈവം നിത്യജീവനിലേക്ക് കൊണ്ടുവന്നല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ ദൈവം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ അത്യന്തപരമായ ശക്തിക്ക് വേണ്ടി ആ നിറവിന് വേണ്ടി നമുക്ക് യാചിച്ചു കൊണ്ടിരിക്കാം. ഇതൊക്കെ നമ്മുടെ കർത്താവിനെ നമുക്ക് അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കാം. ഇനിയും അഭിഷേകം പ്രാപിക്കാത്തവരെ അല്ലെങ്കിൽ ദൈവം ഹല്ലേലൂയ താമസമിനെ അവൻ അവൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നിറയ്ക്കും. അതിനുവേണ്ടി ദൈവത്തെ നമുക്ക് അസഹ്യപ്പെടുത്താം. ശുശ്രൂഷയ്ക്കായി ഒരു അധികം ശക്തി, അധികം ബലം നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തോട് ചോദിക്കാം. ഹല്ലേലൂയ. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന് ഞാൻ നിങ്ങളുടെ മേൽ അയക്കുമെന്ന് ഹല്ലേലൂയ അരുളി ചെയ്തവൻ പോഷ്ക പറയുന്ന ദൈവമല്ല. അവൻ അരുളി ചെയ്താൽ അരുളി ചെയ്തതുപോലെ ഹല്ലേലൂയ തന്നോട് യാചിക്കുന്നവർക്ക് അവൻ നന്മ എത്ര അധികം കൊടുക്കാം. അവൻ പരിശുദ്ധാത്മാവിന് എത്ര മേൽ അവൻ നമ്മുടെ മേൽ പകരും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കരഞ്ഞ വ്യർത്ഥിയായുടെ മേൽ ഹല്ലേലൂയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ആ വ്യർത്ഥിയായി പോലെ കരയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് ആവശ്യപ്പെട്ടല്ലോ. നമുക്ക് കർത്താവിന്റെ സന്നിധി ദാഹമുള്ളവരാകാം, ആഗ്രഹമുള്ളവരാകാം, കാത്തിരിക്കുന്നവരാകാം. ദൈവം നമ്മെ നിറയ്ക്കുവാൻ വേണം. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ മതിയായവനത്രേ, ദാഹിക്കുന്നവന് കൊടുക്കുന്ന ദൈവമത്രേ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞ കർത്താവ് നമ്മെ നിറയ്ക്കുവാൻ, ദാഹിക്കുന്നവനെ നിറയ്ക്കുവാൻ, ഈച്ഛിക്കുന്നവനെ നിറയ്ക്കുവാൻ അവൻ നമ്മുടെ സമീപേ ഉണ്ട്. അവനിൽ നമുക്ക് ഹല്ലേലൂയ ആസക്തിപ്പെടുത്തി അവനോട് പ്രാർത്ഥിക്കാം. അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാം. ഹല്ലേലൂയ. ഇത്രത്തോളം ഹല്ലേലൂയ ദേവദാസനെ ഉപയോഗിച്ചല്ലോ. ഹല്ലേലൂയ. കർത്താവ് ദേവദാസനെ ശക്തമായി പിന്നെയും ഹല്ലേലൂയ ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇപ്പോൾ എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ PMG പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് പ്രസിഡന്റായി അല്ലെങ്കിൽ ശുശ്രൂഷ ഹല്ലേലൂയ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മരുതൂർ ഹല്ലേലൂയ സഭയുടെ ഹല്ലേലൂയ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസൻ RC കുഞ്ഞുമോൻ പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ കർത്താവേ, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. 20-ാമത്തെ പകൽക്കാലവും ഈ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യ അവിടെ നിന്ന് എഴുന്നള്ളി വന്നു ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഉപവസിക്കുന്ന ജനത്തിന്മേൽ ദൈവത്തിൻ്റെ കൃപ പകരണമേ. അവരുടെ ആവശ്യങ്ങൾ എന്ത് എന്നറിഞ്ഞ് അങ്ങ് പ്രവർത്തിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വാഗ്ദത്തം ചെയ്തുകൊണ്ട് കാര്യസ്ഥനെ പരിചയപ്പെടുത്തി എന്നേക്കും നിങ്ങളെ കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി കർത്താവെ തന്ന ദൈവമേ, ആക്കി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു നല്ല വീക്ഷണം ഇന്ന് അവിടുത്തെ ദാസനിലൂടെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ
പാഴും ശൂന്യമായിരുന്ന ഈ ഭൂമിയെ വെള്ളത്തിന്മീതെ പരിവർത്തിച്ച ആത്മാവും കൂടി കർത്താവെ ഈ ഗാലക്സിയെ ഇത്ര ഭംഗിയായി നിവർത്തിപ്പാൻ അങ്ങയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ എവിടെയൊക്കെയാണോ ക്രമീകരിക്കേണ്ടത് അവിടെയെല്ലാം ക്രമീകരിച്ച് എവിടെയെല്ലാം വെക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ദൈവമാകയാൽ ഞങ്ങളുടെ ശൂന്യതകളും ഞങ്ങളുടെ പാഴും ശൂന്യതകളും പരിഹരിച്ച് അവിടുന്ന് ഞങ്ങളോട് ഇടപെടുന്ന ദൈവമെന്ന് ഇന്ന് പകലും ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടെ ദാസനെ ഞങ്ങളുടെ മധ്യ അയച്ചല്ലോ, ശക്തമായി അങ്ങ് പ്രയോജനപ്പെടുത്തിയല്ലോ. ഇന്ന് രാത്രിയിലും ഞങ്ങളോട് സംസാരിക്കേണ്ടതിനായി അവിടത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉപവസിക്കുന്ന ജനത്തിന് വലിയ കൃപ പകരണം. സഭയുടെ നടത്തിപ്പുകാർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നേരത്തെയുള്ള എക്സ്പീരിയൻസിനേക്കാൾ ഈ ഉപവാസം കഴിയുമ്പോൾ ഒരു വലിയ വിടുതലും വലിയ ആശ്വാസവും കർത്താവ് ഞങ്ങളുടെ മധ്യേ പ്രവർത്തിക്കണമേ. എവിടെയാണ് അവിടെ നിന്ന് ഇടപെടേണ്ടത് ആ ഭാഗങ്ങളിലെല്ലാം കർത്താവെ അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ സമസ്ത മേഖലകളിലും അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങേണ്ടതിനായി അവിടെ നിന്ന് ഇടപെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പൊന്നുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നമ്മുടെ ഈ പ്രാവശ്യത്തെ ഉപവാസം 21 ദിവസം അവസാനിക്കുന്നത് നാളെ പകലുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് വന്ന എല്ലാ പ്രിയപ്പെട്ടവരും നാളെ പകൽക്കാലവും ഉണ്ടായിരിക്കണം. നാളെ പകലത്തെ ശുശ്രൂഷയോടുകൂടി നമ്മുടെ ഈ പ്രാവശ്യത്തെ ഉപവാസം അവസാനിക്കുന്നതാണ്. നാളത്തെ ശുശ്രൂഷയുടെ ക്രമീകരണം ഓർപ്പിക്കുന്നു. രാവിലെ 9 മണിക്ക് സ്നാനത്തിന് ക്ലാസ്സും സ്നാന ശുശ്രൂഷയും ഉണ്ടായിരിക്കും. 10 മണിക്കായിരിക്കും നാളെ അതേ പകലത്തെ മീറ്റിംഗ് ആരംഭിക്കുന്നത്. നാളെ കർത്തൃമേശയുണ്ട്. അതുകൊണ്ട് 10 മണിക്ക് തന്നെ ശുശ്രൂഷ ആരംഭിക്കുന്നതായിരിക്കും. ഇന്ന് രാത്രി കൃത്യം 6:30 മണിക്ക് യോഗം പ്രാർത്ഥിച്ച് ആരംഭിക്കും. കർത്താവിൻ്റെ വലിയ ദാസൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യയുണ്ട്. ഇപ്പോൾ സമാധാനത്തോടെ പിരിഞ്ഞു പോകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.